നമസ്കാരം, STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നടൻ പ്രേംകുമാറിന്റെ പരാതി വിശദീകരണവുമായി മന്ത്രി സജി ചെറിയാൻ. പുതിയ ചലച്ചിത്ര അക്കാദമി ഭാരവാഹികളെ തീരുമാനിച്ചത് മുൻ ഭാരവാഹികളുടെ കാലാവധി തീർന്നപ്പോൾ. സർക്കാരിന്റെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചിട്ടില്ല. ആശാസമരത്തെ അനുകൂലിച്ചതുകൊണ്ടാണ് പ്രേംകുമാറിനോട് അനിഷ്ടമെന്ന ആക്ഷേപം ശരിയല്ലെന്നും മന്ത്രി. മുട്ടിൽ മരമുറി കേസ് അന്വേഷണത്തിൽ താൻ ഇതുവരെ ഇടപെട്ടിട്ടില്ലെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ. കുതിരാനിൽ ഭീതി പരത്തുന്ന കാട്ടുകൊമ്പനെ പൂട്ടാൻ വനം വകുപ്പ്. വയനാട്ടിൽ നിന്ന് കുങ്കിയാനകളെ എത്തിച്ച് ആനയെ കാട് കയറ്റിയ ശേഷം സോളാർ വേലി സ്ഥാപിക്കുന്നു. ആനയെ നിരീക്ഷിക്കാൻ AI ക്യാമറകൾ സ്ഥാപിച്ചു. നാട്ടുകാരുടെ പ്രതിഷേധത്തിനിടെ വനം മന്ത്രി സ്ഥലം സന്ദർശിച്ചു. ബാങ്ക് നിക്ഷേപകരുടെ നോമിനികളിൽ വ്യക്തത വരുത്തുന്ന റിസർവ് ബാങ്ക് നയം ആശ്വാസകരമെന്ന് VK ശ്രീകണ്ഠൻ MP. അവകാശികളില്ലാത്ത നിക്ഷേപങ്ങൾ അവകാശികളെ കണ്ടെത്തി നൽകാൻ പാലക്കാട്ട് പ്രത്യേക ബാങ്ക് അദാലത്ത്. കേരളത്തിലെ കായിക വിദ്യാഭ്യാസം കാലോചിതമായി പരിഷ്കരിക്കണമെന്ന് വടവന്നൂർ സ്കൂളിലെ കായിക താരങ്ങളെ അനുമോദിച്ച ചടങ്ങിൽ VK ശ്രീകണ്ഠൻ. പാലക്കാട്ട് സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ പ്രധാന വേദിയുടെ പന്തലിന് MP കാൽ നാട്ടി. ശാസ്ത്രോത്സവം 7-ന് തുടങ്ങി. നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്ന നിർദ്ദിഷ്ട ദേശീയപാത 66 മരണപാതയാകുന്നു. വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ ഏതാനും ദിവസങ്ങൾക്കിടെ പൊലിഞ്ഞത് 5 മനുഷ്യജീവനുകൾ. ചാവക്കാട്ട് നിയന്ത്രണം വിട്ട ബൈക്ക് പാതയോരത്തെ താഴ്ചയിലേക്ക് മറിഞ്ഞ് യുവാവിന് ദാരുണാന്ത്യം. വർക്കലയിൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് യുവതിയെ ചവിട്ടി പുറത്തേക്കിട്ട സംഭവം ഞെട്ടിക്കുന്നതെന്ന് സൗമ്യയുടെ അമ്മ സുമതി. നടന്നത് ഗോവിന്ദച്ചാമി സൗമ്യയെ ആക്രമിച്ചതിന് സമാനമായ സംഭവം. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇപ്പോഴും ട്രെയിനിൽ വേണ്ട സുരക്ഷയില്ലെന്നും സുമതി. ഓങ്ങല്ലൂർ കാരക്കാട്ട് വാഹന സ്ക്രാപ്പ് ഗോഡൌണിൽ വൻ തീപിടുത്തം. സമീപത്തെ വീടുകളിലേക്ക് തീ പടർന്നതോടെ കുടുംബങ്ങളെ ഒഴിപ്പിച്ചു. തീ നിയന്ത്രണ വിധേയമായത് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിൽ. വടക്കാഞ്ചേരി നഗരസഭയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത വാഹനം നേരെ പതിച്ചത് പുഴയിലേക്ക്. വാഹനത്തിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ദേശമംഗലത്തെ പേപ്പട്ടി ആക്രമണം. കടിയേറ്റവരുടെ ചികിത്സാ ചെലവ് ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുക്കണമെന്ന് കോൺഗ്രസ്. പഞ്ചായത്തിലെ വറവട്ടൂരിൽ പേപ്പട്ടിയുടെ കടിയേറ്റത് 7ഓളം പേർക്ക്. പഞ്ചായത്തിന്റെ നിസ്സംഗതയ്ക്കെതിരെ നാട്ടുകാരും രംഗത്ത്. തീരുന്നില്ല യാത്രാ ദുരിതം. കുളപ്പുള്ളി ഷൊർണൂർ പാത വീണ്ടും തകർന്നു. അറ്റകുറ്റപ്പണികൾക്കായി പാഴാക്കിയത് ലക്ഷങ്ങൾ. പാതയിൽ വൻ ഗർത്തങ്ങളും രൂക്ഷമായ പൊടിശല്യവും. കുളപ്പുള്ളി ഷൊർണൂർ പാത അഴിമതിക്കാർക്ക് പൊന്മുട്ടയിടുന്ന താറാവെന്ന ആക്ഷേപം ശക്തം. വാർത്തകൾ വിശദമായി. നടൻ പ്രേംകുമാറിന്റെ പരാതി. കാലാവധി തീർന്നപ്പോൾ പുതിയ ഭാരവാഹികളെ തീരുമാനിച്ചെന്നും അതിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും തെറ്റൊന്നും സംഭവിച്ചിട്ടില്ലെന്നും മന്ത്രി സജി ചെറിയാൻ. ആശാസമരത്തെ പ്രകീർത്തിച്ചതുകൊണ്ടാണ് പ്രേംകുമാറിനോട് അനിഷ്ടമെന്ന വാദം തെറ്റാണെന്നും മന്ത്രി തൃശ്ശൂരിൽ പറഞ്ഞു. അക്കാദമിയിൽ കാലാവധി തീർന്നപ്പോഴാണ് പുതിയ ഭാരവാഹികളെ തീരുമാനിച്ചത്. അതിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തെറ്റൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് സജി ചെറിയാൻ പറഞ്ഞു. പ്രേംകുമാറിനെ അക്കാദമിയുടെ ഭാഗത്തു നിന്ന് അറിയിച്ചു കാണുമെന്ന് കരുതുന്നു. ആശാസമരത്തെ പ്രകീർത്തിച്ചതുകൊണ്ടാണ് പ്രേംകുമാറിനോട് അനിഷ്ടമെന്ന വാദം ശരിയല്ല. പ്രേംകുമാർ ഇതുവരെ ഇടതുപക്ഷ വിരുദ്ധമായി അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടില്ല. കാലാവധി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റിന് പുതിയ ഭാരവാഹികളെ തീരുമാനിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. ആ ഭാരവാഹികളെ തീരുമാനിച്ചു, അത് അതിൻ്റെ ഉത്തരവ് പുറപ്പെടുവിച്ചു എന്നതിന് അപ്പുറത്തേക്ക് അതിനകത്ത് ഒരു അതിശയപരമായിട്ടൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ സ്വാഭാവികമായിട്ടും പ്രേംകുമാറിനോട് പറഞ്ഞ് കാണുമെന്ന് ഞാൻ വിചാരിച്ചത്. കാരണം ഞാൻ ഇല്ലായിരുന്നു, ഞാൻ വിദേശത്തായിരുന്നു ഇത് ഉത്തരവാദിത്ത സമയത്ത്. അപ്പോൾ പ്രേംകുമാറിനോട് പറയേണ്ട ഉത്തരവാദിത്വം അക്കാദമിയിലെ ഭാരവാഹികൾക്ക് ഉള്ള ഉത്തരവാദിത്തമാണ്. അത് പറഞ്ഞു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഞാൻ തിരക്കിയില്ല. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് സാധാരണ നമ്മൾ ഒരു ടീം മാറി അടുത്ത ടീം വരുന്നു, അതിന് നമ്മൾ ഉത്തരവിറക്കുന്നു. അതിനപ്പുറത്തേക്കൊരു സംഗതിയായിട്ട് നമ്മളതിനെ കാണുന്നില്ല. അദ്ദേഹത്തെ മാറ്റുന്നതിൽ പല കാരണങ്ങളും പറയുന്നുണ്ട്. പാർട്ടിക്ക് അനവഹിതനായി പോയി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഈ ആശാസമരത്തെ പ്രകീർത്തിച്ചു. പക്ഷേ അദ്ദേഹം 3 വർഷം അതിൻ്റെ വൈസ് ചെയർമാനായും 2 വർഷം അതിൻ്റെ ചെയർമാനായി സേവനം അനുഷ്ഠിച്ചു. ഒരു ചെറിയ കാര്യമാണ്. ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് കാലത്ത് അദ്ദേഹത്തിന് കൊടുത്ത അംഗീകാരം. അതേ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിലാണ് അന്ന് മാറ്റത്തില്ല.
അതിന് ആശാ സമരത്തെപ്പറ്റി അതേ എവിടെ അഭിപ്രായം പറഞ്ഞു എനിക്കറിയില്ല. ഇന്നലെ നിങ്ങൾ പറയുന്നത് കേട്ടു, ഏതോ ഒരു യോഗം ഞാൻ വിളിച്ച യോഗത്തിൽ എന്തോ അഭിപ്രായം പറഞ്ഞു. അപ്പോൾ 1000 കൂട്ടി കൊടുത്തില്ലേ ആശാ വർക്കേഴ്സ്? ഇത് ഗവൺമെൻറ്റിൻ്റെ നല്ല മുഖമല്ലേ ഞങ്ങൾക്കുള്ളത്. അതേ അങ്ങനെ ഇന്ന് വരെ ഒരു ഇടതുപക്ഷ വിരുദ്ധമായ ഒരു അഭിപ്രായം പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അതേ ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഇടതുപക്ഷക്കാരനാണ്. അദ്ദേഹത്തിന് നല്ല പരിഗണനയാണ് ഗവൺമെൻറ്റും പാർട്ടിയും നൽകിയത്. പ്രേംകുമാറിനോട് കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. അദ്ദേഹം നൽകിയത് മികച്ച സേവനമാണ്. അദ്ദേഹത്തിന് സർക്കാർ നൽകിയത് നല്ല അവസരവും. ചലച്ചിത്രമേളയുടെ നടത്തിപ്പിൽ സംഘാടക മികവ് എന്നത് പ്രേംകുമാറിൻ്റേത് മാത്രമല്ലെന്നും എല്ലാവരും ചേർന്നാണ് മേള നടത്തിയതെന്നും സജി ചെറിയാൻ പറഞ്ഞു. ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം ഒരു കല്ലുകടിയുമില്ലാതെ നടക്കുമെന്നും സാംസ്കാരിക മന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മുട്ടിൽ മരമുറി കേസ് അന്വേഷണത്തിൽ താൻ ഇതുവരെ ഇടപെട്ടിട്ടില്ലെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. കേസ് അന്വേഷണ സംഘത്തെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇടപെടേണ്ട ആവശ്യമില്ലെന്നും മന്ത്രി തൃശൂരിൽ പറഞ്ഞു. പോലീസും ക്രൈംബ്രാഞ്ചുമാണ് മുട്ടിൽ മരമുറി കേസ് അന്വേഷിക്കുന്നത്. അന്വേഷണത്തിൽ താൻ ഇതുവരെ ഇടപെട്ടിട്ടില്ലെന്ന് AK ശശീന്ദ്രൻ പറഞ്ഞു. കേസ് അന്വേഷണ സംഘത്തെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇടപെടേണ്ട ആവശ്യമില്ല. ഇടപെട്ടാൽ അത് അന്വേഷണത്തെ ബാധിക്കും. വനനിയമപ്രകാരമുള്ള ശിക്ഷ വളരെ നീതമായതുകൊണ്ടാണ് പോലീസ് കേസിലേക്ക് പോയത്. 6 മാസം തടവും പിഴയും അടച്ചാൽ മതിയാകില്ല. മരത്തിൻ്റെ വില തന്നെ കോടികൾ വരുമെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഓങ്ങല്ലൂർ കാരക്കാട് കടപ്രമ്പത്തുകാവിന് സമീപം സ്ക്രാപ്പ് ഗോഡൌണിൽ വൻ തീപിടുത്തം. സമീപത്തെ വീടുകളിലേക്കും തീ പടർന്നതോടെ കുടുംബങ്ങളെ ഒഴിപ്പിച്ചു. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിലാണ് തീ അണയ്ക്കാനായത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയായിരുന്നു തീപിടുത്തമുണ്ടായത്. ഓങ്ങല്ലൂർ കാരക്കാട് കടപ്പറമ്പത്തുകാവിന് സമീപത്തുള്ള സ്ക്രാപ്പ് ഗോഡൌണിലായിരുന്നു തീപിടുത്തം. നിമിഷ നേരം കൊണ്ട് തീ നിയന്ത്രണാതീതമായി പടർന്നു. ഉടൻ നാട്ടുകാർ തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും വലിയ തോതിൽ തീ ആളിപ്പടരുകയായിരുന്നു. പട്ടാമ്പി, ഷൊർണൂർ ഭാഗങ്ങളിൽ നിന്നും 4 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ ആദ്യഘട്ടത്തിൽ തുടർന്നു. പിന്നീടും തീ പടരുകയായിരുന്നു. ജനവാസ മേഖലയിലാണ് ഗോഡൌൺ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീ സമീപത്തെ വീടുകളിലേക്കും പടർന്നു. ഇതേ തുടർന്ന് പ്രദേശത്തു നിന്നും ആളുകളെ താൽക്കാലികമായി ഒഴിപ്പിക്കുകയായിരുന്നു. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ പൂർണ്ണമായും അണയ്ക്കാനായത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വടക്കാഞ്ചേരി നഗരസഭയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത വാഹനം നേരെ പുഴയിലേക്ക് പതിച്ചു. വാഹനത്തിലുണ്ടായിരുന്ന 2 പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വടക്കാഞ്ചേരി നഗരസഭയുടെ പുനരുപയോഗിക്കാവുന്ന സാധന സാമഗ്രികളുടെ കൈമാറ്റക്കടയുടെ ആവശ്യങ്ങൾക്കായി വാങ്ങിയതായിരുന്നു വാഹനം. ഫ്ളാഗ് ഓഫ് ചെയ്തയുടൻ വാഹനം നേരെ പുഴയിലേക്ക് പതിക്കുകയായിരുന്നു. ഉച്ചയോടെയാണ് നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തത്. ശേഷം വാഹനം മുന്നോട്ടെടുത്തപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് നേരെ പുഴയിലേക്ക് പതിച്ചു. വാഹനത്തിനുള്ളിലുണ്ടായിരുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അരവിന്ദാക്ഷനും വാഹന ഡ്രൈവർ ബിന്ദുവും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ഇരുവരും വെള്ളത്തിൽ മുങ്ങിപ്പോയെങ്കിലും അരവിന്ദാക്ഷൻ വാഹനം തുറന്ന് ആദ്യം പുറത്തു വന്നു. പിന്നാലെ ബിന്ദുവും പുറത്തെത്തി. കരയിലുണ്ടായിരുന്ന ജീവനക്കാർ വെള്ളത്തിൽ ചാടി ഇവരെ രക്ഷപ്പെടുത്തുകയായിരുന്നു. വാഹനവും പിന്നീട് കരയിലെത്തിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കുതിരാനിൽ ഭീതി പടർത്തുന്ന കാട്ടുകൊമ്പനെ പൂട്ടാൻ വനം വകുപ്പ്. വയനാട്ടിൽ നിന്ന് കുങ്കിയാനകളെ എത്തിച്ച് ആനയെ കാടുകയറ്റി സോളാർ വേലി സ്ഥാപിക്കാനാണ് പദ്ധതി. നാട്ടുകാരുടെ പ്രതിഷേധത്തിനിടെ വനമന്ത്രി AK ശശീന്ദ്രൻ സ്ഥലം സന്ദർശിച്ചു. ആനയെ നിരീക്ഷിക്കാൻ വനം വകുപ്പ് AI ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് പ്രദേശത്തെത്തിയ കാട്ടുകൊമ്പൻ വനം വാച്ചറെ ആക്രമിച്ചത്. പിറ്റേ ദിവസം വനം വകുപ്പിൻ്റെ ജീപ്പും തകർത്തിരുന്നു. പ്രദേശവാസികൾ മാസങ്ങളായി ഭീതിയിലാണ്. പ്രതിഷേധം ശക്തമായതോടെയാണ് കൊമ്പനെ കാടുകയറ്റാൻ വനം വകുപ്പ് ദൗത്യം തുടങ്ങിയത്. ഇതിനായി വയനാട്ടിൽ നിന്നുള്ള പ്രത്യേക സംഘം കുതിരാനിൽ എത്തി. ഡ്രോണുകൾ ഉപയോഗിച്ചും ക്യാമറകൾ ഉപയോഗിച്ചും ആനയെ നിരീക്ഷിച്ചു വരികയാണ്. ആവശ്യമെങ്കിൽ മയക്കുവെടി വയ്ക്കുന്നതുൾപ്പെടെ പരിഗണിക്കുമെന്ന് വനം മന്ത്രി വ്യക്തമാക്കി. ക്യാമറകൾ സ്ഥാപിക്കുകയും ഒരു അലർട്ട് സിസ്റ്റം സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ വന്നാൽ DFO ഓഫീസിൽ ആ വിവരം അറിയുന്ന വിധത്തിലുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പശ്ചാത്തലമാണ് പ്രധാനം. കാരണം നമ്മൾ ഈ വനമേഖലയുമായി ബന്ധപ്പെട്ട റോഡ് നിർമ്മാണം പോലുള്ള കാര്യങ്ങൾ
അത് പ്രോത്സാഹിപ്പിക്കുന്നതിലെ സമയത്ത് വന്യജീവികളുടെ ആവാസ മേഖലയിലൂടെയാണോ ഇത് പോകുന്നതെന്ന കാര്യത്തിൽ നമ്മളൊരു ഗൗരവം കൽപ്പിക്കാറില്ല. അപ്പം നമ്മളിപ്പം തൃശ്ശൂർ ജില്ലയിൽ തന്നെ ചാലക്കുടി മേഖല എടുത്താൽ വനത്തിനകത്തൂടെയാണ് റോഡ്. അപ്പോൾ ആ വനത്തിനകം എന്ന് പറയുന്നത് അവർക്കുള്ള സ്ഥലമാണ്, അതിലൂടെ നമ്മൾ പോവുകയാണ്. ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, മുന്നറിയിപ്പുകളൊന്നും കണക്കിലെടുക്കാതെയുള്ള പൗരന്മാരുടെ ഭാഗത്തുണ്ടാകുന്ന ഒരു പ്രശ്നം കൂടി ഒരു സാഹചര്യമാണ്. കുതിരാൻ തുരങ്കം വന്നപ്പോൾ അവിടുത്തെ എക്കോസിസ്റ്റത്തിന് മാറ്റം സംഭവിച്ചു. പക്ഷേ ഭാഗ്യവശാൽ കൂട്ടത്തോടെയാണ് ആനകൾ വരുന്നത്. ഇപ്പോൾ ഇവിടെ കുറഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കിയത്. ഇനി ഒരു ആന തന്നെയാണ് കഴിഞ്ഞ 4 ദിവസമായി 4-5 ദിവസമായി ഈ പത്രഭാഷയിൽ കൊലവിളി നടത്തിക്കൊണ്ട് സഞ്ചരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിനെ മയക്കുവെടി വെക്കണമെങ്കിലും മറ്റൊന്നെങ്കിലും ഇതിൽ ട്രാപ്പിൽ വീഴണം. പിന്നിപ്പം പുതുതായി വന്നൊരു നിർദ്ദേശം കുങ്കിയാനകളെ കൊണ്ടുവന്നു. പക്ഷേ ഇത് ട്രാപ്പിൽ വീണാൽ മയക്കുവെടിയൊന്നും വെക്കാൻ കഴിയില്ലെങ്കിലാണല്ലോ. അപ്പോൾ ആ നിർദ്ദേശം സ്വീകരിക്കാൻ പറ്റുന്നുണ്ട്. പൊതുസമൂഹത്തിൽ നിന്ന് വരുന്ന ഒന്നൊരു നിർദ്ദേശമാണ്. കുങ്കിയാനകളെ കൊണ്ടുവന്ന് ആനയെ വശത്താക്കി കൊണ്ടുപോകാൻ കഴിയുമെന്ന് പരിശോധിച്ചു. അപ്പോൾ ആവശ്യമായി വന്നാൽ കുങ്കിയാനകളെ കൊണ്ടുപോകാനുള്ള നടപടി സ്വീകരിക്കാൻ ഇത് DFOയ്ക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. സ്ഥലത്തെത്തി പ്രദേശവാസികളുമായി ചർച്ച നടത്തിയ വനം മന്ത്രി സർക്കാരിന് ചെയ്യാവുന്നതെല്ലാം ചെയ്യുമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട്. ആനയുടെ ആരോഗ്യസ്ഥിതി കൂടി കണക്കിലെടുത്താകും വനം വകുപ്പിൻ്റെ വരും ദിവസങ്ങളിലുള്ള നടപടി. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന നിർദ്ദിഷ്ട ദേശീയപാത 66 മരണപാതയാകുന്നു. ഏതാനും ദിവസങ്ങൾക്കിടെ ദേശീയപാതയിൽ ചതഞ്ഞരഞ്ഞത് 5ഓളം മനുഷ്യജീവനുകൾ. രാപ്പകൽ വ്യത്യാസമില്ലാതെ അപകടങ്ങൾ പതിവാകുകയാണ് ഈ പാതയിൽ. ദേശീയപാത 66 എന്ന് കേൾക്കുമ്പോൾ വാഹനയാത്രക്കാർക്ക് പേടിയാണ്. അപകടങ്ങളിൽപ്പെടാതെ വീട്ടിൽ തിരിച്ചെത്തിയാൽ ഭാഗ്യമെന്ന് മാത്രം കരുതുന്നവരാണ് ഭൂരിഭാഗവും. സമീപകാലത്ത് അപകടങ്ങളിൽ കൂടുതലും വില്ലനാകുന്നത് ദേശീയപാത നിർമ്മാണ സാമഗ്രികൾ കൊണ്ട് തലങ്ങും വിലങ്ങും ഓടുന്ന ടോറസ് ലോറികളും റോഡിലെ കുഴികളുമാണ്. അടുത്തിടെയുണ്ടായ 3 അപകടങ്ങളിലും ജീവനെടുത്തത് ഈ ടോറസുകൾ തന്നെ. ഇക്കഴിഞ്ഞ 25-26 തീയതികളിൽ 2 ഇരുചക്രവാഹന യാത്രികർ മരിച്ചതാണ് ഒടുവിലത്തെ അപകടം. 25-ന് എടമുട്ടത്ത് മകനുമൊത്ത സ്കൂട്ടറിൽ വരവെ വീട്ടമ്മ ടോറസ് ഇടിച്ച് കൊല്ലപ്പെട്ടിരുന്നു. റോഡിലെ കുഴിയിലകപ്പെട്ട സ്കൂട്ടർ തെന്നിമറിയുകയും റോഡിലേക്ക് വീണ ഇവർ പിറകിൽ വരികയായിരുന്ന ടോറസിനടിയിൽപ്പെടുകയുമായിരുന്നു. തൊട്ടടുത്ത ദിവസം ബൈക്ക് യാത്രികനായ യുവാവായിരുന്നു ടോറസിനടിയിൽ ഞെരിഞ്ഞമർന്നത്. മുന്നിൽ പോയിരുന്ന കാറിൽ തട്ടിയ ബൈക്കിൽ നിന്ന് റോഡിലേക്ക് തെറിച്ചു വീണ യുവാവിൻ്റെ ശരീരത്തിലൂടെ ടോറസ് ലോറി കയറിയിറങ്ങി. കയ്പമംഗലം പനമ്പിക്കുന്ന് പഴയ പോസ്റ്റ് ഓഫീസിനടുത്തായിരുന്നു അപകടം. സെപ്റ്റംബർ 21-ന് ചന്ദ്രാപിന്നിയിലും സമാനമായ അപകടമുണ്ടായപ്പോൾ ജീവൻ ബലി കഴിക്കേണ്ടി വന്നത് കയ്പമംഗലം സ്വദേശിയായ 89 വയസ്സുള്ള വ്യാപാരിക്കാണ്. ഇദ്ദേഹത്തിൻ്റെ ഇലക്ട്രിക് സ്കൂട്ടറിന് പിറകിൽ ടോറസ് ലോറി ഇടിക്കുകയായിരുന്നു. തെറിച്ച് റോഡിലേക്ക് വീണതോടെ ലോറി ശരീരത്തിലൂടെ കയറിയിറങ്ങി. 2 മാസം മുമ്പ് 3 പീടികയിൽ ടാങ്കർ ലോറി സ്കൂട്ടറിലിടിച്ച് സ്കൂട്ടർ യാത്രക്കാരിയായ യുവതിക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. പിറ്റേന്ന് ഇവർ മരിക്കുകയും ചെയ്തു. കയ്പമംഗലത്ത് ബൈക്ക് യാത്രികൻ സ്വകാര്യ ബസ്സിനടിയിൽപ്പെട്ട് മരിച്ചതും മാസങ്ങൾക്ക് മുമ്പാണ്. പ്രധാന പാതയുടെ നിർമ്മാണം നടക്കുമ്പോൾ ബൈപ്പാസ് റോഡുകൾ സുഗമമായ ഗതാഗതത്തിന് കഴിയുന്ന വിധത്തിൽ പണി പൂർത്തീകരിച്ച് നൽകേണ്ടത് ദേശീയപാത അതോറിറ്റിയുടെ ചുമതലയാണ്. ഇത് പാലിക്കാതെയാണ് തകൃതിയായ നിർമ്മാണം നടക്കുന്നത്. നിലവിലുള്ള ദേശീയപാതയിലാകട്ടെ ആഴത്തിലുള്ള കുഴികളുണ്ട്. മഴ പെയ്താൽ വെള്ളം നിറഞ്ഞ കുഴികളിൽ വീണ് ഇരുചക്രവാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. താൽക്കാലിക പരിഹാരമെന്ന രീതിയിൽ കുഴികൾ നികത്തി തടിതപ്പുകയാണ് ദേശീയപാത അധികൃതർ. കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിൽ പലയിടങ്ങളിലും സമാനമായ അവസ്ഥയാണ്. കുഴികൾ നികത്താതിരിക്കുകയും അശാസ്ത്രീയമായ നിർമ്മാണ രീതികൾ തുടരുകയും ചെയ്താൽ ഇനിയും ഈ പാത നിരവധി അപകട മരണങ്ങൾക്ക് സാക്ഷിയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപകടങ്ങൾ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ നമ്മുടെ ഈ ചന്ദ്രാപിന്നി കയ്പമംഗലം ഈ ഇടമട്ടത്തിൻ്റെ ഇടയിൽ 5 പേര് നമ്മൾ നഷ്ടപ്പെട്ടു. അതിൽ ഒരാൾ നമ്മളെ സീനിയർ ഞങ്ങളെ വ്യാപാരി സംഘടന നേതാവായിരുന്ന CJ, നമ്മുടെ CJ എല്ലാവർക്കും നമുക്ക് എവർക്കും പ്രിയങ്കട്ട CJയും പോയി. അപ്പോൾ ചുരുക്കത്തിൽ നമ്മളെ ആ പരിസരം മുഴുവനും ഈ ഹൈവേ വികസനം നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചു. പ്രത്യേകിച്ചും കയ്പമംഗലം കാളമുട്ടിൽ
അവിടെ മഴ വന്ന ചെളിയുടെ കുളം, ഓക്കെ, ഒരു ദിവസം വെയിൽ വന്നാൽ പൊടി. ഒരു നിലയ്ക്കും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു വ്യാപാരി കച്ചവടമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ ഒരു നിലക്കും അവിടെ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിന് എന്താണ് ചെയ്യാൻ പറ്റുന്നുള്ളത് ഹൈവേ ആയിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പല രൂപത്തിലും MLA ആയിട്ട് ബന്ധപ്പെട്ടിട്ടും MP ആയിട്ട് ബന്ധപ്പെട്ടിട്ടും പല നിവേദനങ്ങളും ഹൈവേ ഓഫീസായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തി. പക്ഷേ ഇതുവരെ പരിഹാരം ഇതുവരെ ആയിട്ടില്ല. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. ബാങ്ക് നിക്ഷേപകരുടെ നോമിനികളിൽ വ്യക്തത വരുത്തുന്ന റിസർവ് ബാങ്ക് നയം ആശ്വാസകരമെന്ന് VK ശ്രീകണ്ഠൻ MP. അവകാശികളില്ലാത്ത നിക്ഷേപങ്ങൾ അവകാശികളെ കണ്ടെത്തി നൽകാനായി പാലക്കാട്ട് സംഘടിപ്പിച്ച ബാങ്ക് അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു VK ശ്രീകണ്ഠൻ MP. അവകാശികളുണ്ടായിട്ടും അർഹമായത് ലഭ്യമാകാതിരിക്കുന്ന സ്ഥിതിക്ക് ശാശ്വത പരിഹാരമുണ്ടാകണമെന്ന് MP ചൂണ്ടിക്കാട്ടി. ബാങ്കിംഗ് മേഖലയിലെ സങ്കീർണതകൾ പരിഹരിക്കാൻ റിസർവ് ബാങ്ക് ജാഗ്രതയോടെ പ്രവർത്തിക്കണം. സ്വകാര്യ ബാങ്കുകളുടെ കടന്നുകയറ്റവും സാധാരണക്കാരെ നിവരാനാകാതെ കൂച്ചുവിലങ്ങിടുന്ന നയങ്ങൾക്കും പ്രതിരോധം തീർക്കേണ്ടത് പൊതുമേഖലാ ബാങ്കുകളാണെന്നും MP ചൂണ്ടിക്കാട്ടി. നമുക്കറിയാം, രാജ്യത്ത് തന്നെ ലക്ഷക്കണക്കിന് കോടി രൂപയാണ് ഇതുപോലെ അൺഐഡന്റിഫൈഡ് അക്കൗണ്ടിൽ കിടക്കുന്നത്. അപ്പോൾ പലപ്പോഴും മരണപ്പെട്ടു പോയതും അല്ലെങ്കിൽ അവകാശ തർക്കങ്ങളുള്ളതും നിയമത്തിൻ്റെ നൂലാമാലകളുള്ളതും ഒക്കെ ആയിട്ടുണ്ടാവും. ഇത് ബാങ്കിന് മാത്രമല്ല മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലും ഈ വൻ തുക ഉണ്ടെന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്രത്തിൽ വായിച്ചപ്പോഴാണ് നമുക്കും ഞെട്ടലുണ്ടായത്. അപ്പോൾ എന്തായാലും പാലക്കാട് ജില്ലയിൽ സാധാരണക്കാരായ ആളുകളുടെ അക്കൗണ്ടാണ് 5 ലക്ഷത്തിലധികം ആളുകൾ കൂടി 126 കോടി എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സംഖ്യയല്ല. സ്വാഭാവികമായിട്ടും അതിനായി പ്രത്യേകമായ ഒരു ആപ്പ് ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയും ഇതിൻ്റെ ഒരു പ്രചരണം നടത്താൻ വേണ്ടിയുമാണ് ഇത്തരത്തിലൊരു ജില്ലാ ക്യാമ്പ്. ലീഡ് ജില്ലാ മാനേജർ PT അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഒരേ പാർട്ടിയിലെ ജനപ്രതിനിധികൾ ഒരു ഇടവേളയ്ക്ക് ശേഷം ഒരേ വേദിയിലെത്തിയതും ശ്രദ്ധേയമായി. MP VK ശ്രീകണ്ഠനും MLA രാഹുൽ മാങ്കൂട്ടത്തിലുമാണ് ഒരേ വേദിയിലെത്തിയത്. ആരോപണങ്ങളെ തുടർന്ന് കോൺഗ്രസ് പാർട്ടി സസ്പെൻഡ് ചെയ്ത രാഹുൽ പാർട്ടി പരിപാടികളിൽ നിന്നും സർക്കാർ പരിപാടികളിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു. MP VK ശ്രീകണ്ഠനും MLA രാഹുൽ മാങ്കൂട്ടത്തിലും ഇതോടെ വേദികളിൽ മുഖാമുഖം കാണാതായി. ബാങ്ക് അദാലത്തിൽ മുഖ്യാതിഥിയായാണ് MLA പങ്കെടുത്തത്. പൊതുപരിപാടികളിൽ നിന്ന് രാഹുലിനെ തടയുമെന്ന് പ്രഖ്യാപിച്ച DYFIയും BJPയും നിലവിൽ പ്രതിഷേധം അവസാനിപ്പിച്ച നിലയിലാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുന്നംകുളം പോലീസിനെതിരെ വീണ്ടും മർദ്ദന പരാതി. പള്ളിപ്പെരുന്നാൾ ദിവസം റോഡരികിൽ നിന്നിരുന്ന തന്നെ അകാരണമായി മർദ്ദിച്ചെന്നാരോപിച്ച് പ്രദേശവാസിയായ ജിൻസൺ രംഗത്തെത്തി. കഴിഞ്ഞ ദിവസം CPM പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചതായും ആരോപണമുയർന്നിരുന്നു. ഒക്ടോബർ 25-ന് പെരുന്നാൾ ദിവസം റോഡരികിൽ നിന്നിരുന്ന തന്നെയും സുഹൃത്തുക്കളെയും SI വൈശാഖിൻ്റെ നേതൃത്വത്തിൽ അകാരണമായി മർദ്ദിച്ചു എന്നാണ് പരാതി. മർദ്ദിക്കുന്നത് ചോദ്യം ചെയ്തതോടെ ലാത്തി കൊണ്ട് കുത്തി. കസ്റ്റഡിയിലെടുക്കാൻ ജീപ്പിൽ കയറ്റി. നാട്ടുകാർ ചുറ്റും കൂടി പോലീസിനെ ചോദ്യം ചെയ്തതോടെ ജീപ്പിൽ നിന്ന് ഇറക്കിവിടുകയായിരുന്നു. ഒക്ടോബർ 26 അപ്പോൾ അടുപ്പുട്ടി പെരുന്നാളിൻ്റെ മിനി പെരുന്നാളിൻ്റെ ഭാഗമായിട്ട് പരിപാടിയൊക്കെ അവസാനിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങളവിടെ നിൽക്കുകയാണ്. ഞങ്ങൾക്ക് പ്രാവശ്യം പെരുന്നാളുണ്ടായിരുന്നില്ല. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ സൈഡിൽ നിൽക്കുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ ഒരു 4ഓളം പേരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വർത്താനം പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഒരു ജീപ്പ് ഇങ്ങനെ വന്നു. ജീപ്പ് വന്നപ്പോൾ ഞങ്ങളിങ്ങനെ പോലീസിനെ കണ്ട സത്യത്തിൽ പറഞ്ഞാൽ എല്ലാവർക്കും പേടിയാണല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നിന്നപ്പോൾ അവരിങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ജീപ്പിൽ നിന്ന് ഇറങ്ങി പോടാന്ന് പറഞ്ഞിട്ട് വണ്ടി വന്ന് ഇറങ്ങിയിട്ട് വൈശാഖ് സാറെന്ന് പറഞ്ഞിട്ട് സാറുണ്ട്. ആ സാറ് ഇറങ്ങിയിട്ട് കാലിൻ്റെ മുകളിലേക്ക് ഒരു അടി അടിച്ചു. പിന്നെ അതപ്പോൾ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾക്കാകെ ഇതായി, എന്താ സംഭവം എന്നൊന്നും അറിയണ്ടായിരുന്നില്ല. അപ്പം അതിൻ്റെ ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ആ ജീപ്പ് അങ്ങോട്ട് പോയിട്ട് വീണ്ടും തിരിച്ചു വന്നപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചു, എന്തിനാപ്പം എന്നെ തല്ലിയേ എന്ന് ചോദിച്ചു. വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് തന്നു. അപ്പം ഞാൻ എന്തിനാ തല്ലിയെന്ന് പറഞ്ഞിട്ട് സാറ് ഇങ്ങനെ ഇതായാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ആള് പറഞ്ഞു ഇവിടെ പിടിച്ച് ജീപ്പിൽ കയറ്റാൻ പറഞ്ഞു. അങ്ങനെ ഉന്തി തള്ളി ജീപ്പിൽ കയറ്റി. അപ്പോൾ ജീപ്പിൽ കയറ്റി ഞാൻ ഇരിക്കുകയാണ്. ഇരിക്കുന്ന സമയത്ത് ആളെന്നെ പറഞ്ഞു ഇറക്കി വിട്ടോ. അപ്പോഴേക്കും നാട്ടുകാരൊക്കെ കൂടി ആകതായി. അപ്പോഴേക്കും ഇറക്കി വിട്ടോ എന്ന് പറഞ്ഞിട്ട് ആളുകൾ ഇതായി. നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ജിൻസൺ വ്യക്തമാക്കി. കുന്നംകുളം പോലീസിനെതിരെ
ഇന്നലെ CPM ഏരിയ കമ്മിറ്റിയും പരസ്യമായി രംഗത്തെത്തിയിരുന്നു. ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ 6 പേരെ പോലീസ് അകാരണമായി മർദ്ദിച്ചു എന്നാണ് ആരോപണം. ഇക്കാര്യത്തിൽ പോലീസിനെതിരെ പ്രത്യക്ഷ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് CPM. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കുളപ്പുള്ളി ഷൊർണൂർ പാതയിലെ തകർച്ച പരിഹരിക്കാൻ ഇനി എന്ത് ചെയ്യണം? കാര്യക്ഷമമായ രീതിയിൽ പാത നവീകരണം നടപ്പാക്കാൻ എന്ന് കഴിയുമെന്ന ചോദ്യം ഉയരുകയാണ്. അടുത്തിടെ അറ്റകുറ്റപ്പണികൾ നടത്തിയ പാത വീണ്ടും തകർച്ചയിലാണ്. പൊടിശല്യവും രൂക്ഷമാണിവിടെ. ഏകദേശം 4 കിലോമീറ്ററോളം ദൂരമുള്ള പാതയിലാണ് ഈ ദുരവസ്ഥ. അഴിമതിക്കാരെ സംബന്ധിച്ച് 4 കിലോമീറ്ററോളം നീളമുള്ള ഈ പാത പൊന്മുട്ടയിടുന്ന താറാവായി മാറുകയാണെന്ന ആക്ഷേപം ശക്തമാണ്. പാതയിൽ തകർച്ച വന്നപ്പോൾ വാഹനയാത്ര ദുരിതമായി, പിന്നെ പ്രതിഷേധമായി, ഫണ്ട് വയ്ക്കലായി, അതിനു പിന്നാലെ അറ്റകുറ്റപ്പണികളുമായി. എന്നാൽ വീണ്ടും പടുകുഴികളിൽ അകപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ പാത. ഷൊർണൂർ നഗരപരിധിയിലെ കുളപ്പുള്ളി ഷൊർണൂർ പാതയുടെ കാര്യമാണ് പറയുന്നത്. പാതയിലെ തകർച്ച പരിഹരിക്കാൻ ഇനി എന്ത് ചെയ്യണമെന്ന ചോദ്യമാണ് ഉയരുന്നത്. അടുത്തിടെ തകർച്ച പരിഹരിക്കപ്പെട്ട പാതയിലാണ് ഇപ്പോൾ വീണ്ടും പടുകുഴികൾ രൂപപ്പെട്ടു തുടങ്ങിയിരിക്കുന്നത്. പ്രതിഷേധിച്ച് രാഷ്ട്രീയക്കാർ മടുത്തു. PWDക്കാർക്ക് പലതവണ നിവേദനം നൽകിയും ഇക്കൂട്ടർ മടുത്തു. എന്നിരുന്നാലും പാത നന്നാകുമെന്ന് കരുതി. ഇപ്പോഴും പാതയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. നേരത്തെ ഷൊർണൂർ MLA ഇടപെട്ട് ഫണ്ട് വകയിരുത്തിയതിന് പിന്നാലെ PWD അധികൃതർ പാതയിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു. 25 ലക്ഷം രൂപ ചിലവഴിച്ച് പാത നവീകരണം നടത്തിയെന്നാണ് വാദം. എന്നാൽ ഈ തുകയൊന്നും പാത നവീകരണത്തിന് ചിലവഴിച്ചിട്ടുണ്ടാകില്ലെന്ന ആക്ഷേപങ്ങളും പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി PWD അധികൃതരുടെ അടുത്ത് വീണ്ടും നിവേദനം എത്തിയിരുന്നു. ഏകദേശം 4 കിലോമീറ്ററോളം ദൂരം വരുന്ന പാതയിലാണ് ഈ ദുരവസ്ഥ. അടുത്തിടെ അറ്റകുറ്റപ്പണികൾ നടത്തിയ പാതയിലാണ് ആഴ്ചകൾ പിന്നിട്ടപ്പോഴേക്കും വീണ്ടും പടുകുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത്. വാഹനയാത്ര ദുസ്സഹമായ സാഹചര്യത്തിൽ പാതയിലെ തകർച്ച പരിഹരിക്കാൻ ഇനി എന്ത് ചെയ്യണമെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ന്യൂസ് സെൻ്റർ, ഷൊർണൂർ. ചാവക്കാട്ട് നിയന്ത്രണം വിട്ട ബൈക്ക് പാതയോരത്തെ താഴ്ചയിലേക്ക് മറിഞ്ഞ് ബൈക്ക് യാത്രികൻ മരിച്ചു. SN പുരം സ്വദേശി റിസ്വലാണ് മരിച്ചത്. അപകടത്തിൽ ബൈക്കിന് പിറകിൽ യാത്ര ചെയ്തിരുന്ന സുഹൃത്ത് ഷാഹിദിന് പരിക്കേറ്റു. രാത്രി 11 മണിയോടെയായിരുന്നു അപകടം. ചാവക്കാട് ഭാഗത്തു നിന്ന് വരികയായിരുന്ന ബൈക്ക് മാളുകുട്ടി വളവിൽ നിയന്ത്രണം വിട്ട റോഡരികിലെ താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. ഓടിക്കൂടിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന SN പുരം സ്വദേശി റിസ്വാൽ, ഷാഹിദ് എന്നിവർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഇതിൽ റിസ്വാലാണ് മരിച്ചത്. പരിക്കേറ്റ ഷാഹിദിനെ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പഴയലക്കിടി വില്ലേജ് അകലൂർ നരസിംഹക്ഷേത്ര റോഡിൽ കനാൽ പാലത്തിന് കൈവരിയില്ലാത്തത് വാഹനയാത്രക്കാർക്ക് ദുരിതമാകുന്നു. ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഗ്രാമീണ റോഡാണിത്. റോഡിന്റെ അടിഭാഗത്ത് കൂടി 7 മീറ്റർ താഴ്ചയുള്ള കനാൽ കടന്നു പോകുന്നുണ്ട്. പക്ഷേ ഇരുവശവും കൈവരിയില്ല. വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് ഈ റോഡിനെ ആശ്രയിക്കുന്നത്. അടിയൊന്ന് തെറ്റിയാൽ കനാലിലേക്കാണ് വീഴുക. വലിയ അപകടങ്ങൾക്ക് സാധ്യതയേറെയാണ്. കൈവരി കെട്ടി വാഹനയാത്രക്കാർക്ക് സുരക്ഷയൊരുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. വർക്കലയിൽ ട്രെയിനിൽ യുവതിക്ക് നേരെയുണ്ടായ അക്രമ സംഭവം നടന്നത് സൗമ്യ നേരിട്ട പോലെയുള്ള ക്രൂരകൃത്യമാണെന്ന് ട്രെയിൻ യാത്രയ്ക്കിടെ ഗോവിന്ദച്ചാമി കൊലപ്പെടുത്തിയ സൗമ്യയുടെ അമ്മ സുമതി പ്രതികരിച്ചു. സ്ത്രീകൾക്കും കുട്ടികൾക്കും ട്രെയിനിൽ ഇപ്പോഴും സുരക്ഷയില്ലെന്നും ഇവർ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ രാത്രിയിൽ യുവതിക്ക് നേരെ നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് സൗമ്യയുടെ അമ്മ സുമതിയുടെ പ്രതികരണം. നടന്നത് സൗമ്യ നേരിട്ട പോലെയുള്ള ക്രൂരകൃത്യം. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ട്രെയിനിൽ സുരക്ഷയില്ലാതെയായി. ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലും ജനറൽ കമ്പാർട്ട്മെൻറ്റിലും സുരക്ഷയില്ലെന്നും സുമതി പറയുന്നു. ഇനി ആർക്കും ഈ ഗതികേട് ഉണ്ടാകരുതെന്നും സൗമ്യയുടെ അമ്മ സുമതി പറഞ്ഞു. എൻ്റെ സൗമ്യക്ക് ഇത് പറ്റിയ അന്നു മുതൽ ഞാൻ ഇതേ വാക്കുകളാണ് ഇവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം സൗമ്യക്ക് ഇത് സംഭവിച്ച സമയത്ത് എല്ലാവരും റെയിൽവേ കുറേ അതിന് കുറേ സുരക്ഷിതമാണ് പറഞ്ഞിട്ട് പോലീസുകാർ ഇവരെല്ലാം ഇടയെല്ലാം നിർത്തി ക്യാമറ വെച്ചു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു. പക്ഷെ അതൊന്നും ആ സമയം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അതെല്ലാം കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ ഇത് വീണ്ടും
ഇത് അങ്ങനെ ഒരു പെൺകുട്ടിയുടെ എന്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അന്നും ഇതുപോലെ ഇവർ സുരക്ഷിതയും കാര്യങ്ങളെല്ലാം വെച്ചു. ഇതിപ്പോൾ അതിനെക്കാട്ടി അപ്പുറം സൗമ്യയുടെ അതേ ഇതിലാണ് ഇപ്പോൾ ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. ഒരു ട്രെയിനിൽ നിന്ന് എടുത്ത് ഒരു പെൺകുട്ടീനെ എടുത്ത് ചവിട്ടി പുറത്തേക്ക് അയക്കുക എന്നെല്ലാം പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഉൾക്കൊണ്ട് പോകാൻ പറ്റാത്തൊരു കാര്യം. അത് ആ സ്ഥലം അങ്ങനത്തെ ഒരു സ്ഥലവും എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ എനിക്കിതിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ റെയിൽവേ സുരക്ഷിത അത് വളരെ കാര്യമായിട്ട് ഇത് പറഞ്ഞ് അവസാനിക്കുന്ന സമയത്ത് ഈ ഒരു സംഭവം ഉണ്ടാവുന്ന സമയത്ത് മാത്രമല്ല ഈ ഒരു കാര്യം ചെയ്യേണ്ടത്. എന്നേക്കുമായി സൗമ്യ കൊല്ലപ്പെട്ടപ്പോൾ കുറച്ചു ദിവസത്തേക്ക് പ്രഹസനമെന്ന രീതിയിൽ കമ്പാർട്ട്മെൻറ്റുകളിൽ പരിശോധനകൾ നടന്നു. 15 വർഷമായി സൗമ്യയ്ക്ക് സംഭവിച്ചത് വേറെ ആർക്കും സംഭവിക്കരുത് എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നു. പക്ഷേ ആരും ട്രെയിനുകളിൽ സുരക്ഷ ഒരുക്കുന്നില്ലെന്നും വേദനയോടെ പറഞ്ഞുവെച്ചു സുമതി. എന്നേക്കുമായി നമ്മളിപ്പോൾ എല്ലാവരും റെയിൽവേ സ്റ്റേഷനും എല്ലാവരും എല്ലാം ഇതായിട്ടാണ് വരുന്നത്. പക്ഷെ അതേപോലെ ഒരു സുരക്ഷിത ഈ ട്രെയിനിൻ്റെ ഉള്ളിലും കൂടി അവർ വെക്കണം. അത് വെക്കേണ്ടത് നിർബന്ധമുള്ളൊരു കാര്യമാണ്. കാരണം ഇന്നത്തെ ഉള്ള സ്ത്രീകളുടെ ആയാലും കുട്ടികളുടെ ആയാലും അവരുടെ സുരക്ഷിത അത് റെയിൽവേ അത് അംഗീകരിച്ചേ പറ്റൂ. ഇങ്ങനെ മദ്യപാനം കഴിച്ചിട്ട് ഓരോരുത്തരുടെ ട്രെയിനിൽ വന്ന് കയറും. ഇത്രയും പോലീസ് ഓരോ സ്റ്റേഷനിലെത്തുന്ന പോലീസുകാരും കാര്യങ്ങളും എപ്പോഴും ഉണ്ടാവുന്ന സ്ഥലമാണത്. അപ്പോൾ ആ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നെന്ന് പറയുമ്പോൾ അത് ഒരിക്കലും പറ്റണില്ല. അപ്പോൾ ഇതിന് സുരക്ഷിത അത് റെയിൽവേ എത്രയും വേഗം അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തേ പറ്റും. ഇനിയൊരു സൗമ്യം ഉണ്ടാവരുത് എന്ന് ഞാൻ 15 കൊല്ലമായിട്ട് ഞാൻ അത് പറഞ്ഞുകൊണ്ടിരിക്കണം. ന്യൂസ് സെന്റർ ഷൊർണൂർ. ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിൽ ഉൾപ്പെടുന്ന വറവട്ടൂർ പ്രദേശത്ത് പേപ്പട്ടിയുടെ ആക്രമണത്തിൽ 7ഓളം പേർക്ക് പരിക്കേറ്റ സംഭവത്തിൽ ഇവർക്ക് വേണ്ട ആശുപത്രി ചെലവുകൾ ഗ്രാമപഞ്ചായത്ത് വഹിക്കണമെന്ന് കോൺഗ്രസ്. ഇക്കാര്യത്തിൽ പഞ്ചായത്ത് അധികൃതർ ഒരു നടപടിയും എടുത്തില്ലെന്ന് നാട്ടുകാരും വിമർശിക്കുന്നുണ്ട്. ദേശമംഗലം പഞ്ചായത്തിലെ 1-ാം വാർഡിൽ ഇന്നലെ വൈകിട്ട് മുതൽ വിഷനായ ശല്യമായി 7 പേരെയാണ് കടിച്ചത്. ഇപ്പോഴും ഒരാൾ പട്ടാമ്പി ആശുപത്രിയിൽ ചികിത്സ തേടുകയാണ്. വളരെ ഗുരുതരമായ അപകടമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഈ വിഷനായകളെ നിയന്ത്രിക്കുന്നതിലും ഇവർക്ക് കടിയേറ്റ അംഗങ്ങൾക്കും ആളുകൾക്കും വേണ്ട ധനസഹായം പഞ്ചായത്ത് അടിയന്തരമായി പഞ്ചായത്ത് കമ്മിറ്റി കൂടി ഈ 7 പേർക്കും അടിയന്തര സഹായം സാമ്പത്തിക സഹായം കൊടുക്കാൻ പഞ്ചായത്തിൽ അടിയന്തരമായിട്ട് ഞങ്ങൾ പ്രതിപക്ഷ മെമ്പർമാർ ആവശ്യപ്പെടും. വറവട്ടൂർ പ്രദേശത്താണ് 7ഓളം പേർക്കും നിരവധി തെരുവ് നായ്ക്കൾക്കും മറ്റു വളർത്തുമൃഗങ്ങൾക്കും കടിയേറ്റത്. ശനിയാഴ്ച വൈകിട്ട് 3 മണിയോടെ വറവട്ടൂരിലെ കാട്ടൂർക്കാവ് ക്ഷേത്ര പരിസരത്ത് വെച്ച് കുഞ്ചുനായർ എന്നയാളെ ആദ്യം പട്ടി കടിച്ചു. പിന്നീട് വറവട്ടൂർ കോളനിയിലെ കൊല്ലേരിപ്പടി മണികണ്ഠൻ മകൻ കണ്ണൻ, കൊല്ലേരിപ്പടി വേലായുധൻ മകൻ കുട്ടൻ, രാത്രി 7 മണിയോടുകൂടി വീട്ടിലേക്ക് വരികയായിരുന്ന പള്ളത്ത് വീട്ടിൽ കുട്ടൻ്റെ ഭാര്യ വനജ എന്നിവരെയും കടിച്ചു. ഞായറാഴ്ച പുലർച്ചെ പള്ളിയിലേക്ക് വരികയായിരുന്ന അയ്യോട്ടിൽ വീട്ടിൽ യൂസഫിനെയും കക്കാടത്ത് വീട്ടിൽ അലിയെയും കടിച്ചു. ഇവർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. ഇന്ന് രാവിലെ സുബൈക്ക് പള്ളിയിൽ പോകുമ്പോൾ നായ വന്ന് കടിച്ചു. നായ വന്ന് കഴുത്തിലേക്കാണ് ചാടിയത്. അപ്പോൾ കയ്യേറ്റ് തടുത്തപ്പോൾ കൈ തൊള്ളയപ്പെട്ടു. അതുകൊണ്ട് നിങ്ങൾ പഞ്ചായത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഇതിനുണ്ടാക്കണം. ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്തിരുന്ന വറവട്ടൂർ മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് അസ്ലം എന്ന ബാവയ്ക്ക് നേരെ പട്ടി ആക്രമിക്കാൻ പാഞ്ഞെടുത്തെങ്കിലും വാഹനം ഉപേക്ഷിച്ച് ഓടിമാറിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇതിനെല്ലാം പുറമെ തെരുവ് പട്ടികൾക്കും പട്ടിക്കുട്ടികൾക്കും മറ്റ് വളർത്തുമൃഗങ്ങൾക്കും ആക്രമണത്തിൽ പരിക്കുപറ്റിയതായി പറയുന്നു. പഞ്ചായത്ത് അധികാരികളെ വിവരം അറിയിച്ചെങ്കിലും വേണ്ട നടപടികൾ കൈക്കൊണ്ടില്ല എന്ന പരാതിയും നാട്ടുകാർക്കിടയിലുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. നെല്ല് സംഭരണം അനിശ്ചിതമായി നീണ്ടുപോകുന്നതിനെതിരെ ദേശീയപാത ഉപരോധിക്കുമെന്ന് നാഷണൽ ജനതാദൾ. നവംബർ 5-ന് കുഴൽമന്ദത്ത് നെൽകർഷകരെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ദേശീയപാത ഉപരോധിക്കുകയെന്ന് നാഷണൽ ജനതാദൾ ജില്ലാ പ്രസിഡന്റ് എം സുഗതൻ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നെൽകൃഷി ഇറക്കിയ പാലക്കാട്ടെ കർഷകർ ഇതേവരെ അനുഭവിച്ചിട്ടില്ലാത്ത പ്രതിസന്ധിയാണ് നേരിടുന്നതെന്ന് എം സുഗതൻ ചൂണ്ടിക്കാട്ടി. കൊയ്ത്ത് എന്നാണ് ആരംഭിക്കുക എന്നറിയാവുന്ന സ്ഥിതിയിൽ എല്ലാ കൊല്ലവും യഥാസമയം നെല്ല് സംഭരിക്കുന്നതിലും വില നൽകുന്നതിലും പരാജയപ്പെടുന്ന കേരള സർക്കാർ എല്ലാ നെൽകർഷകരുടെയും അന്തകനായി മാറിയിരിക്കുകയാണ്. മില്ലുടമകളുടെ അനാവശ്യ പിടിവാശിക്ക് സർക്കാർ വഴങ്ങുന്നത് നെൽകർഷകരോടുള്ള ക്രൂരതയാണ്. നെല്ല് സംഭരണ വിഷയത്തിൽ സർക്കാരും മില്ലുടമകളും ഒത്തുകളിക്കുകയാണെന്നും സുഗതൻ ആരോപിച്ചു.
കൃഷി ചെയ്തില്ലെങ്കിലും പുറമേ നിന്ന് അരി കൊണ്ടുവരാമെന്ന് പറയുന്ന വിഡ്ഢിയായ മന്ത്രിയെയും ചുമന്നു നടക്കുന്ന സർക്കാരിൻ്റെ കാഴ്ചപ്പാട് തന്നെ ജനവിരുദ്ധവും കർഷക വിരുദ്ധവുമാണ്. എത്രയും പെട്ടെന്ന് നെല്ല് സംഭരണം ആരംഭിച്ചില്ലെങ്കിൽ നാഷണൽ ജനതാദൾ അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിക്കുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. നെൽഭൂമിയിൽ കൃഷിഭൂമിയിൽ നെല്ലിറക്കി കൊയ്ത് ഏകദേശം 90% കൊയ്ത്ത് കഴിഞ്ഞിരിക്കുകയാണ്. സാധാരണ ഇത് കന്നിക്കൊയ്ത്ത് എന്ന് പറഞ്ഞത് ഇപ്പം തുലാക്കൊയ്ത്തിലേക്ക് മാറിയിട്ടുണ്ട്. കാരണം കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടായിരിക്കാം. അത് വന്നിട്ട് അതിനകത്ത് 1% നെല്ല് പോലും സംഭരിച്ചിട്ടില്ല. അത് ഗവൺമെന്റും മില്ലുകാരും തമ്മിലുള്ള ഒരു അന്തർധാര രഹസ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാമെന്ന് പറയുന്നു. അഥവാ മില്ലുകാർ ഈ നെല്ലെടുത്താലും അത് അവര് അരിയാക്കി വിറ്റ് പിന്നെ 3 മാസം കഴിഞ്ഞിട്ടാണ് കർഷകർക്ക് പൈസ കൊടുക്കുന്നത്. സമരപരിപാടികൾക്ക് തുടക്കം കുറിക്കുന്ന ഹൈവേ ഉപരോധം നാഷണൽ ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് ജോൺ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് എം സുഗതനൊപ്പം ട്രഷറർ എം.എ. സുൽത്താൻ, സെക്രട്ടറിമാരായ എ. വിൻസെന്റ്, എം.എം. വർഗീസ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരളത്തിലെ കായിക വിദ്യാഭ്യാസം കാലോചിതമായി പരിഷ്കരിക്കണമെന്ന് വി.കെ. ശ്രീകണ്ഠൻ എം.പി. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പാലക്കാടിൻ്റെ അഭിമാനമായി മാറിയ വടവന്നൂർ VMHSSലെ കായിക താരങ്ങളെയും പരിശീലകനെയും അനുമോദിക്കാൻ സംഘടിപ്പിച്ച ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം.പി. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ അത്ലറ്റിക് വിഭാഗത്തിൽ 2ാം സ്ഥാനം നേടിയാണ് വടവന്നൂർ VMHSSലെ കായിക താരങ്ങൾ അവഗണിക്കാനാകാത്ത അടയാളം സൃഷ്ടിച്ചത്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ കയ്യെത്തും ദൂരത്താണ് പാലക്കാടിന് കിരീടം നഷ്ടമായതെന്ന് എം.പി. ചൂണ്ടിക്കാട്ടി. പ്രതിഭകളില്ലാത്തതല്ല, പശ്ചാത്തല സൗകര്യവും പരിശീലനവും ഇല്ലാത്തതാണ് പാലക്കാട് പിന്തള്ളപ്പെടാൻ ഇടയായത്. കായിക അധ്യാപകരുടെ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. വടവന്നൂരിലെ കായിക താരങ്ങൾ പാലക്കാടിൻ്റെ പെരുമയായി മാറണമെന്നും എം.പി. പറഞ്ഞു. ചരിത്രം സൃഷ്ടിച്ച VMHSലെ വടവന്നൂരിലെ കായിക താരങ്ങളെ ഞാൻ ആദ്യമായിട്ട് പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. അഭിനന്ദിക്കുമ്പോൾ നന്നായി കൈയടിക്കും. VMHSS വടവന്നൂർ കേരളത്തിൽ തന്നെ ഒരു അപൂർവ റെക്കോർഡ് ഈ സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ നേടിയിരിക്കുകയാണ്. പങ്കെടുത്ത മുഴുവൻ കുട്ടികളും 12 പേരും വലിയ നേട്ടത്തിന് ഉടമകളായി മെഡൽ വാങ്ങിയ പാലക്കാട് ജില്ലയിലെയും ആദ്യത്തെ സ്കൂളായി വടവന്നൂർ സ്കൂൾ. 12 പേരെ പങ്കെടുപ്പിച്ച് കേരളത്തിൽ തന്നെ 2ാം സ്ഥാനം ഒരു സ്കൂളിന് നേടാമെന്ന് തെളിയിച്ച ആദ്യത്തെ സ്കൂളും വടവന്നൂർ സ്കൂൾ. 18 മെഡൽ പങ്കെടുത്ത എല്ലാവർക്കും മെഡൽ. ഇപ്പൊ കൂടുതൽ കായിക താരങ്ങൾ വടവന്നൂർ സ്കൂളിൽ ഒന്ന് ചേരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോ എന്തായാലും പങ്കെടുത്തവർക്കും എല്ലാവർക്കും മെഡൽ കിട്ടുമെന്ന് വെച്ചാൽ അതും 18 മെഡലാണ് കിട്ടിയതല്ലേ. 12 പേർക്ക് 8 ഗോൾഡാണ്. ഗോൾഡിനൊക്കെ എന്താ പറ്റില്ല. ഇത്രയും ഗോൾഡ് കിട്ടിയ ഒരു സ്കൂള് വേറെ ഉണ്ടാകും. എന്തായാലും 1ാം സ്ഥാനക്കാര് 60ഓളം കുട്ടികളെ പങ്കെടുപ്പിച്ചിട്ടാണ് 1ാം സ്ഥാനം കിട്ടിയത് അല്ലേ, മലപ്പുറത്ത് ഐഡിയൽ സ്കൂൾ. അപ്പോ അടുത്ത പ്രാവശ്യം ഉറപ്പായിട്ടും വടവന്നൂർ സ്കൂളിനായിരിക്കും 1ാം സ്ഥാനം. നേട്ടത്തിലേക്കുള്ളൊരു കാൽവയ്പാണ് നിങ്ങൾ നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ 5ാം സ്ഥാനത്തുണ്ടായിരുന്ന കുട്ടികളാണ് സ്കൂളിനെ ഒരൊറ്റ പുതുപ്പിൽ 2ാം സ്ഥാനത്ത് എത്തിച്ചിരിക്കുന്നത്. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ അധ്യക്ഷത വഹിച്ചു. MLA കെ ബാബു, നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, പഞ്ചായത്ത് പ്രസിഡന്റ് KS സക്കീർ ഹുസൈൻ, പ്രിൻസിപ്പാൾ KS സിന്ധു,
പ്രധാനാധ്യാപിക PG ഗിരീഷ് കുമാർ, DD സലീന ബീവി, മാനേജർ V വാസുദേവൻ, PTA പ്രസിഡന്റ് ചന്ദ്രദാസ്, ഹരിദാസ്, ജിൻസ്, അനുരാഗ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ പരുത്തിപ്ര ഗവൺമെൻറ് UP സ്കൂളിൽ ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപനം നടന്നു. P മമ്മിക്കുട്ടി MLA ശിലാസ്ഥാപനം നിർവഹിച്ചു. സർക്കാരിൻ്റെ 1 കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. ആധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് പരുത്തിപ്ര ഗവൺമെൻറ് UP സ്കൂളിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. സർക്കാരിൻ്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും 1 കോടി രൂപ ചിലവഴിച്ചാണ് കെട്ടിട നിർമ്മാണം. 2 നിലകളായി 6 ക്ലാസ് മുറികൾ ഉണ്ടായിരിക്കും. തിങ്കളാഴ്ച വൈകിട്ട് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം ഷൊർണൂർ MLA P മമ്മിക്കുട്ടി നിർവഹിച്ചു. സർക്കാർ സ്കൂൾ എന്ന നിലക്ക് അതിൻ്റെ ഒരു പരിമിതി, ഇന്നത്തെ പരിമിതി മുറിച്ച് കടക്കിൽ മാത്രമല്ല, നാളത്തെ ഒരു ഭാവി വികസനത്തിന് കൂടി അത് ആവശ്യമാണല്ലോ. അപ്പോൾ ആ നിലയിലാണ് ഗ്രൗണ്ട് ഫ്ലോറിലും 3 ക്ലാസ് മുറി ഉണ്ട്, മേലോട്ട് കയറിയ 1ാമത്തെ നിലയിലും 3 ക്ലാസ് മുറി ഉണ്ട്, 2 ഭാഗത്തും ഈ ബിൽഡിങ്ങിൻ്റെ 2 നിലയിലും ബാത്റൂമുണ്ട്, കയറി പോകാനുള്ള ഒരു കോണിമുറിയുണ്ട്. പിന്നീട് ഒരു കാലത്ത് മേനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ആ രീതിയിൽ പോകും. ചടങ്ങിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ P സിന്ധു അധ്യക്ഷയായിരുന്നു. വാർഡ് കൗൺസിലർ ഷൊർണൂർ വിജയൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മഞ്ജുള അജിത്ത്, അലീന ജോസഫ്, പ്രധാനാധ്യാപിക ഉഷ, V രഞ്ജിത്ത്, ഷെരീഫ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗത്തിനാണ് കെട്ടിടത്തിന്റെ നിർമ്മാണ ചുമതല. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU റെഡ് ബ്രിഗേഡുകൾക്ക് വിവിധ വിഷയങ്ങളിൽ പരിശീലനം നൽകി. വാണിയംകുളം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിശീലന പരിപാടി CITU പാലക്കാട് ജില്ലാ പ്രസിഡന്റ് PN മോഹനൻ ഉദ്ഘാടനം ചെയ്തു. അത്യാവശ്യ സാഹചര്യങ്ങൾ, പ്രളയവും കോവിഡും ഉൾപ്പെടെയുള്ള സാഹചര്യം ഈ സമൂഹവുമായി ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞ ചുമട്ട് തൊഴിലാളികൾ ദൈനംദിനം ഉണ്ടാകുന്ന എല്ലാ വിഷയങ്ങളിലും നേരിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കും. ആ ഇടപെടുന്ന അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ടാകുക എന്നത് വളരെ പ്രധാനമാണ്. യൂണിയൻ ജില്ലാ ട്രഷറർ B വിജയൻ അധ്യക്ഷത വഹിച്ചു. ഒറ്റപ്പാലം ഡിവിഷൻ സെക്രട്ടറി K ഗംഗാധരൻ, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ C ശ്രീകുമാരൻ, അനിരുദ്ധൻ, ജില്ലാ കമ്മിറ്റി അംഗം രാജീവ് എന്നിവർ പ്രസംഗിച്ചു. ഫയർഫോഴ്സ് ആരോഗ്യ വിഭാഗങ്ങളെക്കുറിച്ച് അറിയുന്നതിനായാണ് പരിശീലനം സംഘടിപ്പിച്ചത്. ഒറ്റപ്പാലം, മണ്ണാർക്കാട്, ശ്രീകൃഷ്ണപുരം, ചെർപ്പളശ്ശേരി, പട്ടാമ്പി, തൃത്താല എന്നീ ഡിവിഷനുകളിലെ തൊഴിലാളികളാണ് പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. BJP പറളി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പറളിയുടെ വികസന മുരടിപ്പിനെതിരെ വാഹന പ്രചരണ ജാഥ നടത്തി. BJP പറളി ഏരിയ പ്രസിഡന്റ് T ദിവാകരന്റെ നേതൃത്വത്തിലാണ് പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. പറളിയിലെ നിരവധി പ്രദേശങ്ങളിൽ ജാഥാ പര്യടനം നടത്തി. വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണ പരിപാടികളിൽ PC ബാലകൃഷ്ണൻ, KC സുന്ദരൻ, C യജലൻ, AC ചെന്താമരാശൻ തുടങ്ങിയവർ സംസാരിച്ചു. വൈകുന്നേരം 7 മണിക്ക് പറളി ചെക്ക് പോസ്റ്റിൽ നടന്ന സമാപന സമ്മേളനം BJP സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു ഉദ്ഘാടനം ചെയ്തു. നശിച്ച് നാറാണക്കല്ലായി അറബിക്കടലിലേക്ക് ജനങ്ങൾ ചവിട്ടി പുറത്തിട്ട തത്വശാസ്ത്രം, ആ പ്രത്യയശാസ്ത്രം, ആ കിടുതാപ്പ് കടലാസിന് പ്രിന്റ് ചെയ്യാം. ആ പ്രിന്റ് ചെയ്തിട്ട് അതിന്റെ ഇൻഡാസ് ഇന്ത്യയിലെ മഹാരാജ്യത്തെ ജനങ്ങൾക്ക് ഒന്ന് കൊണ്ട് കൊടുത്തതിന് ശേഷം പറ ഞങ്ങളുടെ വിദ്യാഭ്യാസ നയം ഇതാണെന്ന്. എന്നിട്ട് ആദ്യം ജനങ്ങളുടെ കോടതിയിലൊന്ന് ജയിച്ച് ആ പാർലമെന്റിന്റെ ഉള്ളിൽ ബാക്കി 275 ആളുകളെ നിരത്തി നിർത്തിയതിനു ശേഷം PMC പദ്ധതിയെ പോലെയുള്ളതിന് പകരം ഞങ്ങളുടെ പദ്ധതിയാണ് വെക്കുന്നതെന്ന് നാട്ടിലോടുകൂടി പറയണോ. അല്ലാണ്ട് ഈ പോട്ടക്കളത്തിലെ തവള പോലെ കിടന്നിട്ട് കൊഞ്ഞനം കൂട്ടുക. ജില്ലാ ഉപാധ്യക്ഷയും പഞ്ചായത്ത് അംഗവുമായ KM ബിന്ദു രാജഗോപാൽ, പട്ടികജാതി മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി സുരേഷ് കോങ്ങാട്, മണ്ഡലം സെക്രട്ടറി ഭാസ്കരൻ, ബ്ലോക്ക് മെമ്പർമാരായ അജിത്, കലാകണ്ണൻ, പഞ്ചായത്ത് അംഗങ്ങളായ ലക്ഷ്മണൻ, ബിന്ദു, സതീഷ്, രാജേഷ്, നാരായണൻകുട്ടി എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി മഹേഷ് സ്വാഗതവും രാജേഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം നവംബർ 7 പാലക്കാട്ട് ആരംഭിക്കും. പ്രധാന വേദിയുടെ പന്തൽ കാൽനാട്ടൽ കർമ്മം MP VK ശ്രീകണ്ഠൻ നിർവഹിച്ചു. നവംബർ 10 വരെ നഗരത്തിലെ വിവിധ വിദ്യാലയങ്ങളിലായാണ് ശാസ്ത്രോത്സവം. 14 ജില്ലകളിൽ നിന്നായി 1000-ലേറെ ശാസ്ത്ര പ്രതിഭകൾ സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ പങ്കെടുക്കും. സമൂഹത്തിന് ഉപകരിക്കുന്ന യുവാക്കളുടെ കണ്ടുപിടുത്തങ്ങൾ പ്രാബല്യത്തിലാക്കാനും പ്രചരിപ്പിക്കാനും നടപടികൾ ഉണ്ടാകണമെന്ന്
വേദിയുടെ പന്തൽ കാൽനാട്ടൽ കർമ്മം നിർവഹിച്ച MP VK ശ്രീകണ്ഠൻ പറഞ്ഞു. സ്വർണ്ണക്കപ്പിന് മുത്തമിടാൻ കിട്ടിയ വളരെ നല്ല അനുകൂല അവസരമാണ്. അത് പാലക്കാട്ടെ മോയിൻസ് സ്കൂളിൽ പ്രധാന വേദിയായി നടക്കുന്നു എന്നുള്ളത് ഏറെ ആഹ്ലാദകരമായ കാര്യമാണ്. കാരണം ഗവേഷണ രംഗത്ത് വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും നൂതനമായ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തുമ്പോൾ അതിലൊരു മുഖ്യ പങ്ക് വഹിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ പെൺകുട്ടികളാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പെൺകുട്ടികളുള്ള ഈ ജില്ലയിലെ സംസ്ഥാനത്തെ തന്നെ പ്രധാനപ്പെട്ട ഒരു സ്കൂളായ നമ്മുടെ മോയിൻസ് സ്കൂളിൽ വെച്ച് നടക്കുമ്പോൾ എത്ര പേർക്കാണ് ഗോൾഡ് മെഡൽ കിട്ടുക എന്നറിയില്ല, എത്ര പേർക്കാണ് സർട്ടിഫിക്കറ്റ് കിട്ടുക എന്നറിയില്ല. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ അതിൽ ഒന്നാം സ്ഥാനം എത്തുന്നത് നമ്മുടെ പാലക്കാട് മോയിൻസ് സ്കൂൾ ആകണം. അതിന് നിങ്ങളെല്ലാവരും തയ്യാറാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വിദ്യാഭ്യാസത്തോടൊപ്പം നമ്മൾ കേരളത്തിൽ നമ്മുടെ രാജ്യത്ത് തന്നെ മികച്ച നേട്ടങ്ങൾ കൊയ്യുന്ന ഒരു സംസ്ഥാനമാണ്. ഇപ്പം തന്നെ നിങ്ങൾ വരുമ്പോൾ കണ്ടിട്ടുണ്ടാവും, തൊട്ട് മുമ്പിൽ നമ്മുടെ കായികമേളയിൽ വടംവലി മാത്രമല്ല അത്ലറ്റിക്സിലും. വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ A. അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. DDE സലീന ബീഗം, DEO ആസിഫ് അലിയാർ, AEO രമേഷ് പാറപ്പുറം, B. സുനിൽകുമാർ, ഷാജി S. തെക്കേതിൽ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഓങ്ങല്ലൂർ പഞ്ചായത്ത് 8-ാം വാർഡിലെ ശ്രീനാരായണ കമ്പനിക്ക് സമീപം വികസന സദസ്സ് സംഘടിപ്പിച്ചു. പ്രൊഫസർ CP ചിത്രഭാനു ഉദ്ഘാടനം ചെയ്തു. വിവിധ വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ കർക്കിടകച്ചാൽ 8-ാം വാർഡ് വികസന സദസ്സാണ് വാടാംശി ശ്രീനാരായണ കമ്പനിക്ക് സമീപം സംഘടിപ്പിച്ചത്. പ്രൊഫസർ CP ചിത്രഭാനു ഉദ്ഘാടനം ചെയ്തു. ശ്രീകുമാരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൃഷ്ണദാസ് പ്രസന്ന, വിനീത, വാർഡ് മെമ്പർ K. അശോകൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് തലത്തിലൊക്കെ നടക്കുന്ന വീടുകൾ, അപ്പോൾ അത്തരം രൂപത്തിൽ നമ്മൾ 10-32 വീടുകളും നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് നമ്മൾ എല്ലാ മേഖലകളിലും വൃദ്ധർക്ക് കട്ടിലായാലും അതുപോലെ തന്നെ ലാപ്ടോപ്പായാലും അതിൽ ഒരു പ്രത്യേക പദ്ധതി നടപ്പിലാക്കിയത് നമ്മൾ ഈ 5 കൊല്ലക്കാലത്തിൻ്റെ ഉള്ളിൽ മൺപാത്ര നിർമ്മാണക്കാരുണ്ട്. അവർക്ക് ഈ അടുത്ത കാലത്തൊന്നും നമുക്ക് നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ മൺപാത്ര നിർമ്മാണക്കാരുള്ള ഒരു വാർഡാണ് നമ്മൾ 8-ാം വാർഡ്. തൊഴിലുറപ്പ്, ഹരിതകർമ്മസേന, ആശാവർക്കർമാർ, അംഗനവാടി ജീവനക്കാർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വാണിയംകുളം പഞ്ചായത്തിലെ പറളശ്ശേരിക്കുളം മനിശ്ശേരി തെക്കുമുറി റോഡ് P. മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് K. ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം KS മഞ്ജിമ, PS വേലായുധൻ എന്നിവർ പ്രസംഗിച്ചു. MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ച 15 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത്. പങ്കാളികൾ നടത്തും. ജനങ്ങൾ, തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി സാധ്യതക്കനുസരിച്ചുകൊണ്ട് ആവശ്യവും അത്യാവശ്യവും കണക്കാക്കിക്കൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കപ്പെട്ട് വരുന്നവരാവണം ജനപ്രതിനിധികൾ. ആ നിലയിൽ നിങ്ങളുടെ ഒരു MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും പൊതുപ്രസ്ഥാനവുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി സർക്കാരിന് ലഭിക്കുന്ന പൈസ മുൻഗണനാടിസ്ഥാനത്തിൽ അത് ചെലവഴിച്ച് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഭരണ സംവിധാനത്തിനും ജനങ്ങൾ നൽകിയ വിശ്വാസവും പിന്തുണയുമാണ് ഈ ഗവൺമെൻറ്റിനും ഈ പഞ്ചായത്തിനും ഞങ്ങൾക്കൊക്കെ മുന്നോട്ട് പോകാനുള്ള കരുത്ത് നൽകുന്നത്. കേരള മുസ്ലിം ജമാഅത്ത് കേരള യാത്രയുടെ പ്രചരണാർത്ഥം SSF ഒറ്റപ്പാലം ഡിവിഷൻ ഫ്യൂച്ചർ സമ്മിറ്റ്. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന കോർ ടീമിനുള്ള പരിശീലന ക്യാമ്പും 3-ാം ക്ലാസ് മുതൽ 7-ാം തരം വരെയുള്ള വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ സ്മൈൽ വിങ്ങിൻ്റെ റാലിയുമാണ് സംഘടിപ്പിച്ചത്. അൽഹംദുലില്ലാഹ്, അമ്പലപ്പാറ ആശുപത്രിപ്പടിയിൽ നമ്മുടെ കേരള മുസ്ലിം ജമാഅത്തിൻ്റെ കേരളത്തോടനുബന്ധിച്ച് അതിന് മുന്നോടിയായി ആദ്യ പ്രചരണ പദ്ധതി എന്നോണം അൽഹംദുലില്ലാഹ് ഇന്ന് അമ്പലപ്പാറയിൽ 8, 9, 10 ക്ലാസ്സിലെ വിദ്യാർത്ഥികളായ സ്മാർട്ട് കോർ ടീം അംഗങ്ങളുടെ വളരെ ഭംഗിയായ ഒരു ക്യാമ്പ് ഈ നിമിഷം നടന്നുകൊണ്ടിരിക്കുകയാണ്.
അമ്പലപ്പാറ ആശുപത്രിപ്പടി ബദരിയ മദ്രസയിൽ നടത്തിയ പരിപാടി SYS ജില്ലാ പ്രസിഡന്റ് അബ്ദുറഷീദ് അഷ്റഫി ഉദ്ഘാടനം ചെയ്തു. ആത്മീയ ഭൗതിക ജീവകാരുണ്യ മേഖലകളിൽ വിദ്യാർത്ഥികൾക്ക് പരിശീലനം അനിവാര്യമായ സാഹചര്യമാണ് ഇന്നുള്ളത്. അത്തരമൊരു സാഹചര്യത്തിൽ പരിപാടി സംഘടിപ്പിച്ചത് ഉചിതമായെന്നും അദ്ദേഹം പറഞ്ഞു. ഡിവിഷൻ പ്രസിഡന്റ് ജസീർ സഖാഫി അധ്യക്ഷത വഹിച്ചു. അമ്പലപ്പാറ മഹല്ല് ഖത്തീബ് മുഹമ്മദ് അലി സഖാഫി കൊമ്പം പ്രാർത്ഥന നിർവഹിച്ചു. SMA ജില്ലാ ജനറൽ സെക്രട്ടറി P. അലിയാർ, കേരള മുസ്ലിം ജമാഅത്ത് ഒറ്റപ്പാലം സോൺ ജനറൽ സെക്രട്ടറി K. ഇസ്മായിൽ, SYS ജില്ലാ സെക്രട്ടറി VP മുഹമ്മദ് റിനീഷ്, മുസ്ലിം ജമാഅത്ത് സർക്കിൾ സെക്രട്ടറി T. ഹൈദർ എന്നിവർ പ്രസംഗിച്ചു. ഒറ്റപ്പാലം ഡിവിഷൻ സെക്രട്ടറി സൈഫുള്ള ലക്കടി സ്വാഗതവും കോർ ടീം സെക്രട്ടറി ഷാംഹുൻ സഅദി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ഇനി മത്സരിക്കാനില്ലെന്ന് 28-ാം വാർഡ് കൗൺസിലർ ഷൊർണൂർ വിജയൻ. യുവതലമുറയ്ക്ക് വഴിമാറിക്കൊടുക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ ഉറച്ച തീരുമാനമെന്ന് പരുത്തിപ്ര ADSൻ്റെ സ്നേഹസംഗമം ചലനം മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിൽ വിജയൻ വ്യക്തമാക്കി. കൗൺസിലർ പദത്തിൽ നിന്ന് ആജീവനാന്തം വിട പറയുന്നു എന്ന പ്രഖ്യാപനമാണ് ചടങ്ങിൽ ഷൊർണൂർ വിജയൻ നടത്തിയത്. 2010 മുതൽ 2015 വരെയും പിന്നീട് 2020 മുതലും കൗൺസിലറാണ് ഷൊർണൂർ വിജയൻ. സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിച്ച് പരുത്തിപ്ര മേഖലയിൽ നിന്ന് വിജയിച്ച വിജയൻ ആദ്യം കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിരുന്നു. കോൺഗ്രസ് പ്രതിനിധിയായി ഇരിക്കെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലാണ് വിജയൻ പാർട്ടി വിട്ട് CPMൽ ചേർന്നത്. 2 തവണ ജനപ്രതിനിധിയായവർ യുവതലമുറയ്ക്ക് വഴിമാറി മത്സരരംഗത്തു നിന്ന് മാറി നിൽക്കണമെന്ന് തീവ്രമായി വാദിച്ചാണ് വിജയൻ കൗൺസിലർ പദത്തിൽ നിന്ന് ആജീവനാന്തം വിട പറഞ്ഞുകൊണ്ടുള്ള പ്രഖ്യാപനം നടത്തിയത്. തൻ്റെ തീരുമാനം പൊതുപ്രവർത്തകർ മാതൃകയാക്കണമെന്ന് വിജയൻ അഭ്യർത്ഥിച്ചു. ഏതൊരു പ്രസ്ഥാനത്തിനു വേണ്ടി താഴെ തട്ടു മുതൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഇവർക്കൊന്നും മത്സരിക്കാൻ പാടില്ല. ഒരിക്കൽ ജയിച്ചാൽ പിന്നെ മരണം വരെ ഞാൻ തന്നെയാണ് കൗൺസിലറും MLAയും MPയും എന്നുള്ള നിലപാട് ഒരുപാട് യുവാക്കൾ നിരാശരാക്കുന്നതും നേരിട്ട് മനസ്സിലാക്കിയ ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഈ തീരുമാനമെടുത്തത്. 2 വട്ടം എനിക്ക് ജയിച്ചാൽ 2 വട്ടം കൗൺസിലറായാൽ മതി. ആ തീരുമാനം ഞാൻ പാലിക്കുന്നു. ഇത് ഒരു മാതൃകയായി എല്ലാ പാർട്ടി നേതാക്കളും ഏറ്റെടുക്കണമെന്ന ഒരു അഭ്യർത്ഥന കൂടി എനിക്ക് ഇക്കാര്യത്തിലുണ്ട്. പുതിയ തലമുറയ്ക്ക് വ്യക്തമായും അവസരങ്ങൾ കൊടുക്കാനുള്ള ഒരു പ്രചോദനമായി എൻ്റെ ഈ തീരുമാനം എടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്, CDS ചെയർപേഴ്സൺ VC സിന്ധു തുടങ്ങിയവർ സന്നിഹിതരായ സദസ്സിൽ വെച്ചാണ് വിജയൻ്റെ ശ്രദ്ധേയമായ പ്രഖ്യാപനം. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ. ഒറ്റപ്പാലം നഗരസഭയിൽ വിവിധ മുന്നണികളുടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ കൊടുമ്പിരിക്കൊള്ളുമ്പോൾ തെന്നടി ബസാർ വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തുണ്ടെന്ന പ്രഖ്യാപനവുമായി നഗരസഭ മുൻ വൈസ് ചെയർമാൻ S. ശെൽവൻ. കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റാണ് തെന്നടി ബസാർ. കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റായ തെന്നടി ബസാറിൽ മുൻ DCC അംഗമായ ശെൽവൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പോരിനിറങ്ങുമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. 2005 ആദ്യമായി നഗരസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ശെൽവൻ അന്ന് പ്രതിപക്ഷ നേതൃസ്ഥാനം വഹിക്കുകയും 2010 കോൺഗ്രസിനെ ഭരണത്തിലെത്തിക്കുകയും ചെയ്തു. പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പിന്നീട് ഭരണനഷ്ടത്തിനും ശെൽവന് പാർട്ടിയിൽ നിന്ന് പുറത്തേക്കുള്ള വഴി തുറക്കുന്നതിനും കാരണമായി. പിന്നീട് BJPയുടെ ഭാഗമായി താമര ചിഹ്നത്തിൽ മത്സരിച്ച ശെൽവൻ പരാജയപ്പെട്ടു. അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് BJP ബന്ധം ഉപേക്ഷിച്ച ശെൽവൻ ഇപ്പോൾ കോൺഗ്രസുമായി അഭിപ്രായ വ്യത്യാസമുള്ള സമാന ചിന്താഗതി പുലർത്തുന്നവരുടെ കൂട്ടായ്മ രൂപീകരിച്ച് 4ാം മുന്നണിയായി തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. താൻ ജനപ്രതിനിധിയായ കാലഘട്ടത്തിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ജനമനസ്സുകളിലുണ്ടെന്നും അന്ന് ചെയ്ത കാണാവുന്ന വികസനങ്ങൾ മാത്രമാണ് ഇന്നും ഒറ്റപ്പാലത്ത് കാണാൻ കഴിയുന്നതെന്നും ശെൽവൻ പറഞ്ഞു. ഒറ്റപ്പാലത്ത് വികസനം ആഗ്രഹിക്കുന്ന ജനങ്ങൾ തനിക്കൊപ്പമുണ്ടെന്നും വിജയം സുനിശ്ചിതമാണെന്നും S. ശെൽവൻ വ്യക്തമാക്കി. ഒറ്റപ്പാലം നഗരസഭയിലെ സ്വതന്ത്രനായിട്ട് വാർഡ് 32 മത്സരിക്കുന്നു എന്ന വിവരം അറിയിക്കാനും വേണ്ടിയാണ്. വാർഡ് 32 തെന്നടി ബസാർ വാർഡാണ്. ഇപ്പോൾ ജനറൽ സീറ്റാണ്. അവിടെ മത്സരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒറ്റപ്പാലത്തിൻ്റെ വികസന പ്രവർത്തനത്തിൽ വളരെയധികം ചലനം ഉണ്ടാക്കിയ ഒരാളെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതിയാണ് ഒറ്റപ്പാലത്ത് ഇപ്പോഴുള്ള ബസ് സ്റ്റാൻഡ്. ഈ ബസ് സ്റ്റാൻഡിൻ്റെ വിഷയത്തിൽ
കേസും കൂട്ടുമായി ഉണ്ടായിരുന്ന കാലത്ത് ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുമ്പോഴാണ് നമ്മൾ അവരെയൊക്കെ വിളിച്ച് കോംപ്രമൈസ് ചെയ്ത് പണം കെട്ടിയിട്ട് ഈ ബസ് സ്റ്റാൻഡിൻ്റെ പണി ആരംഭിച്ചത്. KRDFCയിൽ നിന്നും 50 കോടി രൂപ ലോൺ എടുത്താണ് ബസ് സ്റ്റാൻഡ് പ്രവർത്തനം നടത്തിയത്. അത് നമ്മുടെ കാര്യത്തിന് പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒറ്റപ്പാലത്ത് കുടിവെള്ള പദ്ധതി, മീറ്റ്ന തടയണയും അതിനോട് ബന്ധപ്പെട്ട കുടിവെള്ള പദ്ധതി UIDSSMTയുടെ ഭാഗമായിട്ട് സെൻട്രൽ ഫണ്ടും സ്റ്റേറ്റ് ഫണ്ടും മുനിസിപ്പൽ ഫണ്ടും ഉപയോഗിച്ചിട്ടാണ് കുടിവെള്ള പദ്ധതി നടത്തിയത്. അതും ആ കാലഘട്ടത്തിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ യുദ്ധകാലാടിസ്ഥാനത്തിൽ അതിന് വലിയ സംഭരണി അടക്കം ഉണ്ടാക്കിക്കൊണ്ടുള്ള യുദ്ധകാലാടിസ്ഥാനത്തിലാണ് ആ പ്രവൃത്തി പൂർത്തീകരിച്ചത്. 18 കോടി രൂപയായിരുന്നു അന്നത്തെ അതിൻ്റെ ആദ്യത്തെ അലോക്കേഷനെങ്കിലും അത് കഴിഞ്ഞപ്പോൾ 30 കോടി രൂപയായി. 30 കോടി രൂപയും നമ്മൾ സർക്കാരിന് വാങ്ങിയെടുത്തിട്ടുണ്ട്. നമ്മുടെ വിഹിതം ഒഴിച്ച് ബാക്കി 2 സംഖ്യയും കേന്ദ്രാവിഷ്കൃത പദ്ധതിയുമാണ്, സ്റ്റേറ്റ് ആവിഷ്കൃത പദ്ധതിയുമാണ്. കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതൃത്വത്തിന് തന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് നിലവിൽ താനും കോൺഗ്രസും തമ്മിലുള്ള പ്രശ്നമെന്നും ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾ തന്നെ അംഗീകരിക്കുന്നുണ്ടെന്നും സെൽവൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കനത്ത മഴയെ തുടർന്ന് മാറ്റിവെച്ച മുള്ളൂർക്കര ഇരുനിലങ്കോട് സ്കന്ദഷഷ്ഠി മഹോത്സവം അതിവിപുലമായി ആഘോഷിച്ചു. നൂറുകണക്കിന് ആളുകൾ ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തു. വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്ന കാവടി സംഘങ്ങൾ മനോഹരമായ കാഴ്ചയാണ് ഒരുക്കിയത്. മങ്കര വെള്ള റോഡിൽ MGNREGS പദ്ധതിയിൽ ഉൾപ്പെടുത്തി 30 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച അംഗൻവാടി കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം ജിത്തു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പർ KB വിനോദ് കുമാർ, ICDS സൂപ്പർവൈസർ ഷീബ, പഞ്ചായത്ത് സെക്രട്ടറി സുനിത, അംഗൻവാടി വർക്കർ വിമല, ഹെൽപ്പർ ശശികല എന്നിവർ സംസാരിച്ചു. 10 ഞാൻ ആദ്യം പ്രസിഡന്റ് ആകുന്ന സമയത്ത് ഈ വിമലയുടെ ഭർത്താവ് രാധാകൃഷ്ണനെ അതിനു മുമ്പ് എനിക്ക് പരിചയമുണ്ട്. അയാൾ മെമ്പറായി ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാളുടെ ഭാര്യ ടീച്ചറായതോടു കൂടിയാണ് അയാൾക്കൊരു ബിൽഡിംഗ് വേണം തോന്നിയത്. അതുവരെ ഒരു തോന്നലും ഉണ്ടായിരുന്നില്ല. രാത്രി ഒരു 9:30 മണി കഴിഞ്ഞാൽ വീട്ടിൽ എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നത് സത്യമാണ്. ശ്രമം നടന്നുവെങ്കിലും നടന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ 5 കൊല്ലക്കാലം ഒരു ഗ്യാപ്പ് വന്നു. പിന്നെ വീണ്ടും എന്തോ ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ നിങ്ങളൊക്കെപ്പാടെ വീണ്ടും എന്നെ പഞ്ചായത്ത് മെമ്പറാക്കി പ്രസിഡന്റാക്കി അത് ഈ വാർഡിൽ തന്നെ വന്ന് പെടുകയും ചെയ്തു. അപ്പം അങ്ങനെ എന്തായാലും ആ അംഗൻവാടി നമുക്ക് അനുവദിച്ച അംഗൻവാടിയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അപ്പുറത്തുള്ളവരൊക്കെ ചീത്ത പറയും, ഇപ്പോഴൊക്കെ ചീത്ത പറയും, ഇതിലൊക്കെ വേറെ വാർഡാണ്. അപ്പം ഈ അംഗൻവാടി 12ാം വാർഡിന് അനുവദിച്ച് കിട്ടിയ അംഗൻവാടിയാണ്. നിങ്ങൾ മനസ്സിലാക്കണം. കാരണം എന്താ അറിയോ, അവിടെയുള്ള ഒരു അംഗൻവാടിയെ നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് പറിച്ച് മാഷിനോടേക്ക് കൊണ്ടുപോയി പറയരുത്. ഷൊർണൂർ നഗരസഭയിൽ 5ാം വാർഡിൽ PVJB സ്കൂൾ പരിസരത്ത് സർക്കാർ സ്പോൺസേഡ് നീരുറവ. 3 വർഷത്തിലേറെയായി ഈ ഭാഗത്ത് പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുകയാണ്. പ്രശ്നത്തിൽ വാട്ടർ അതോറിറ്റിയും നഗരസഭയും പരസ്പരം പഴിചാരുന്നു. കൗൺസിലറോട് പരാതിപ്പെട്ടിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് പ്രദേശത്തെ BJP പ്രവർത്തകർ ആരോപിച്ചു. നശിച്ച രീതിയിൽ കടക്കാൻ തുടങ്ങിയിട്ട് ഒരു ആള് പോലും ഇത് തിരിഞ്ഞു നോക്കണില്ല. കുറെ നാളുകളായി ഇത് ഇങ്ങനെ ഇൻസുലേഷൻ ചുറ്റിയിട്ടും ടാപ്പ് ഒട്ടിച്ചും ഇത് കുറെ ആൾക്കാരോടായി ഇത് ചെയ്തു തരാൻ പറയുന്നു. ഈ 3 വർഷമായി ഈ പൈപ്പ് ഇവിടെ പൊട്ടിയിട്ട് ഇതുപോലെ ജലം പാഴായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വാട്ടർ അതോറിറ്റി അറിയിച്ചു, അതുപോലെ വേണ്ടപ്പെട്ട മുനിസിപ്പാലിറ്റിയിൽ അറിയിച്ചു, കൗൺസിലർ വന്നിട്ട് അറിയിച്ച വാട്ടർ അതോറിറ്റിക്കാർ വന്നിട്ട് പറഞ്ഞത് കൗൺസിലറോട് പറയാനാണ് ഈ പൈപ്പ് മാറ്റണം എന്നാണ് പറഞ്ഞത്. കൗൺസിലറോട് പറഞ്ഞപ്പോൾ അവിടെ വന്നിട്ട് സെല്ലോ ടൈപ്പ് കൊണ്ടൊക്കെ ഒട്ടിച്ചു വെച്ചിരിക്കുക. ഇത്തരത്തിലാണ് ഇവിടുത്തെ കാര്യങ്ങളും വികസനങ്ങളും. നമുക്ക് ആലോചിച്ചാൽ അറിയാം, എത്രയോ കാലങ്ങളായി ജലം പാഴായിക്കൊണ്ടിരിക്കുന്നത് ഈ വീട്ടിലേക്ക് കയറി പോകേണ്ട വഴിയാണ്.
പലവട്ടം പറഞ്ഞ് അവർ പരാതി പറഞ്ഞതാണ്. വേണ്ടപ്പെട്ടവരൊന്നും ഇതിന് നടപടി എടുക്കുന്നില്ല. അപ്പോൾ ഇത് ഇത്തരത്തിലൊക്കെയാണ് മുന്നോട്ട് പോക്കുമെങ്കിൽ ഇതിനെതിരെ കർശനമായി പ്രതിഷേധിക്കേണ്ടി വരും എന്നറിയിക്കുകയാണ്. പത്തിരിപ്പാല ടൗണിലെ വലിയ ഗർത്തം പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ അടച്ചു. STV വാർത്തയെ തുടർന്നാണ് നടപടി. കുഴിയിൽപ്പെട്ട് നിരവധി ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടിരുന്നു. കോട്ടായി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അംഗൻവാടി കലാകായിക മത്സരം സംഘടിപ്പിച്ചു. കുട്ടിക്കൂട്ടം എന്ന പേരിൽ നടന്ന കലാകായിക മത്സരങ്ങൾ കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. സതീഷ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് CR അനിത അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ഗീത, C. അനിത തുടങ്ങിയവർ പ്രസംഗിച്ചു. ICDS സൂപ്പർവൈസർ പ്രമീള സ്വാഗതവും അംഗൻവാടി ലീഡർ ബിന്ദു നന്ദിയും പറഞ്ഞു. കുളപ്പുള്ളി പരിയാനംപറ്റയിൽ പാതയിലെ ചതിക്കുഴികൾ അടച്ച് പ്രാദേശിക BJP പ്രവർത്തകർ. കുഴികൾ രൂപപ്പെട്ടതോടെ ഈ ഭാഗത്തെ വളവിൽ അപകടങ്ങൾ പെരുകിയിരുന്നു. പ്രവർത്തകരുടെ സേവന മനോഭാവത്തെ പ്രശംസിച്ച് സമീപത്തെ വ്യാപാരികളായ കബീർ, സെയ്ദ് എന്നിവർ ശീതളപാനീയങ്ങൾ നൽകി. BJP കുളപ്പുള്ളി ഏരിയ ജനറൽ സെക്രട്ടറി വിനൂറാം നേതൃത്വം നൽകി. രഞ്ജിത്ത് മുല്ലയ്ക്കൽ, സന്തോഷ് കണ്ണൻ, അജിൻ, OK മണികണ്ഠൻ പഴനിപ്പറമ്പിൽ, CK രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിൽ കുളപ്പുള്ളി കൈലാട് റോഡിൽ വലിയ കുഴികൾ വളവുകളിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ബന്ധപ്പെട്ടവരെ അറിയിക്കുകയും പ്രത്യേകിച്ച് നിയമ നടപടിയൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ഇന്നലെ ഇവിടുത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ആ കുഴി തൂർക്കുകയുണ്ടായി. കഴിഞ്ഞ ആഴ്ചയിലൂടെ വികസന മുന്നേറ്റ ജാഥയെല്ലാം കടന്നുപോയൊരു വഴിയാണത്. ഇത്തരത്തിൽ അധികൃതരുടെ കണ്ണിൽ പെട്ടിട്ടും അത് വേണ്ട രീതിയിൽ നടപടിയെടുക്കാത്തതിൽ വലിയ പ്രതിഷേധം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രി ഇവിടെ ഒരു ബൈക്കുകാരൻ അർദ്ധരാത്രിയിൽ വന്ന് ആ കുഴിയിൽ വീഴുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ BJP പ്രവർത്തകർ ആ കുഴികളിൽ നിന്ന് അടയ്ക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. വിദ്യാഭ്യാസ വകുപ്പിന്റെ ചങ്ങാതിക്ക് ഒരു തൈ പദ്ധതിയുടെ ഭാഗമായി ചെറുതുരുത്തി ഗവൺമെന്റ് LP സ്കൂളിൽ വൃക്ഷത്തൈ നടീലും പരിപാലിക്കൽ ചടങ്ങും നടന്നു. പുതുതലമുറയ്ക്ക് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആവശ്യകതയെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി. സ്കൂൾ PTA പ്രസിഡന്റ് അലി ഇടശ്ശേരി, പ്രധാനാധ്യാപകൻ PK മോഹനൻ, അധ്യാപകരായ രജനി, കവിത, സ്വപ്ന, ബിനിത തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു പരിപാടിയാണ്. ചങ്ങാതിക്കൊരു തൈ എന്നാണ് പരിപാടിയുടെ പേര്. എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് നാൾ മുമ്പ് ആണ് കുട്ടികൾക്ക് ഈ പ്രവർത്തനം കൊടുത്തത്. ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് കുട്ടികളോട് ഒരു വിത്ത് എടുത്തിട്ട് വീട്ടിൽ തന്നെ ചട്ടിയിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബാഗിലോ മുളപ്പിച്ച് അതിനെ തൈയായി നടാൻ പാകമാകുമ്പോൾ സ്കൂളിൽ കൊണ്ടുവന്ന് തൻ്റെ ഒരു കൂട്ടുകാരൻ കൊടുക്കാൻ. അതാണ് പരിപാടി ഉണ്ടായിരുന്നത്. ചങ്ങാതിക്കൊരു തൈ എന്നാണ് ഈ പരിപാടിയുടെ പേര്. അതിൻ്റെ ഭാഗമായിട്ട് ചെറുതുരുത്തി ഗവൺമെൻറ് സ്കൂളിലെ കുട്ടികൾ കൊണ്ടുവന്നിരിക്കുന്ന തൈകളാണ് അവരവരുടെ കൂട്ടുകാർക്ക് കൈമാറുന്ന ഒരു പരിപാടിയാണ് നടത്തുന്നത്. കേരളപ്പിറവി ദിനത്തോടനുബന്ധിച്ച് ഇറാം ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ സിദ്ദിഖ് അഹമ്മദിന്റെ സഹകരണത്തോടെ പാലക്കാട് പേഴുങ്കര മോഡൽ ഹൈസ്കൂൾ ക്യാമ്പസിൽ ഫലവൃക്ഷ തൈകൾ നട്ടു. ട്രസ്റ്റ് ചെയർമാൻ KP അലവി ഹാജി ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി PK ഹൈദർ അലി അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ MP പുഷ്പരാജ്, പരിസ്ഥിതി പ്രവർത്തകർ, അധ്യാപകർ, മാനേജ്മെന്റ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി മാറ്റൊലിയാണ്. സംസ്ഥാനത്ത് തെരുവുനായ്ക്കളുടെ ശല്യം ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ്. സമീപ ദിനങ്ങളിൽ ഷൊർണൂരിൽ ഉൾപ്പെടെ തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ വിദ്യാർത്ഥിയടക്കം പലർക്കും പരിക്കേൽക്കുകയുണ്ടായി. തെരുവുനായ്ക്കളുടെ ശല്യം അവസാനിപ്പിക്കുന്നതിൽ സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും പൂർണ്ണ പരാജയമോ? മാറ്റൊലിക്ക് ലഭിച്ച പ്രതികരണങ്ങൾ കാണാം. രാജ്യത്തെ നിയമങ്ങൾ നഗരസഭകളെയും ഗവൺമെൻറ്റുകളെയൊക്കെ ഒരു പരിധി വരെ വെട്ടിലാക്കിയിരിക്കുന്നു. തെരുവുനായ്ക്കളെ തൊടാൻ പാടില്ല, കൊല്ലാൻ പാടില്ല, അങ്ങനെ ഒരുപാട് നിയമങ്ങൾ. അത് ഞാൻ ഒരു ഉദ്യോഗസ്ഥൻ്റെ ജോലി സസ്പെൻഷനിലായ സംഭവം വരെ കേരളത്തിനുണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയത് നിലവിൽ നമ്മുടെ ഈ ആരോഗ്യ സുരക്ഷാ നിയമം അനുസരിച്ച് ഭക്ഷ്യപദാർത്ഥങ്ങളൊക്കെ പ്രത്യേകിച്ച് പാത്രങ്ങളിൽ സ്വരൂപിക്കപ്പെടുകയാണ്. മാലിന്യ സംസ്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ അങ്ങനെ സ്വരൂപിക്കപ്പെടുമ്പോൾ ഈ തെരുവിലലയുന്ന മൃഗങ്ങൾക്ക് ഭക്ഷണം കിട്ടാത്ത അവസ്ഥ വല്ലാതെ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും അത് നിർബന്ധമായും അതിനുള്ള കാരിയേഴ്സിൽ നിക്ഷേപിക്കണം, അത് സംസ്കരിക്കണം എന്ന് പറയും. ഇപ്പോൾ പണ്ടൊക്കെ
തെങ്ങിൻ ചുവട്ടിലും മരച്ചോട്ടിലൊക്കെ വീട്ടിലെ വേസ്റ്റൊക്കെ കറിയോ ചോറൊക്കെ ബാക്കി വന്നിടുമ്പോൾ അത് വന്നിട്ട് അതൊക്കെ നായ്ക്കൾ തിന്നിട്ട് പോയിരുന്നു എന്നൊരു പഴയ സംസ്കാരമുണ്ട്. അതുകൊണ്ട് ഇവർക്ക് തെരുവിലിറങ്ങി അക്രമം കാണിക്കേണ്ട ഒരു സാഹചര്യം അങ്ങനെ വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ അവർക്ക് വിശപ്പ് മാറ്റാൻ ഭക്ഷണം ആവശ്യത്തിന് തെരുവ് നായ്ക്കൾക്ക് കിട്ടുന്നില്ല. അവരും ജീവികളാണ്. അപ്പോൾ ആ ഭക്ഷണം കിട്ടുന്നൊരു സാഹചര്യം ഇല്ലാതാകുമ്പോൾ ഇവർ വിശപ്പ് കൂടുമ്പോൾ കയ്യിൽ കിട്ടിയതിനൊക്കെ പിടിച്ച് അതിൻ്റെ കൂടെ ചിലപ്പോൾ മനുഷ്യന് അതിന് അക്രമവാസനം ഒന്ന് കടിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നിയത് മാലിന്യ സംസ്കരണം എന്നുള്ളൊരു നിയമം നടപ്പിലാക്കുമ്പോൾ തന്നെ ഈ നായ്ക്കളെ അല്ലെങ്കിൽ ഇത്തരം ആളുകൾക്ക് ഭക്ഷണം കിട്ടുന്ന രീതിയിൽ അതെങ്ങനെ ക്രമീകരിക്കാൻ കഴിയുന്നുള്ള ഒരു ചിന്ത കൂടി അധികാരികളുടെ ഭാഗത്തുണ്ടാവണമെന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ തോന്നിയിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനത്തുടനീളം എല്ലാ സ്ഥലങ്ങളിലും തെരുവുനായ്ക്കളുടെ ശല്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി ആളുകളെ കടിക്കുന്നു, കുട്ടികളെ കടിക്കുന്നു. അപ്പോൾ പേ പിടിക്കുന്ന സംഭവം അടക്കമുണ്ടായി. അപ്പോൾ അതിന് ഒരു പരിധിവരെ പഞ്ചായത്തുകൾക്കൊക്കെ അതിന് വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അത് പൂർണ്ണമല്ല. അപ്പോൾ അതിന് ചെയ്യേണ്ടത് വെച്ചാൽ അല്ലെങ്കിൽ ഒരു ഷെൽട്ടർ സ്ഥാപിക്കുക. എല്ലാ സ്ഥലങ്ങളിലും ഓരോ പഞ്ചായത്തിലായാലും മുനിസിപ്പാലിറ്റിയിലായാലും ഓരോ നായകൾക്ക് വേണ്ടി ഷെൽട്ടർ സ്ഥാപിക്കുക. എന്നിട്ട് ആ ഷെൽട്ടറിൽ കൊണ്ടുപോയിട്ട് ഇവിടെയുള്ള തെരുവ് നായകളെ കൊണ്ടുപോയിട്ട് അവിടെ വളർത്തട്ടെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാർക്ക് പേടിക്കാനില്ലല്ലോ. ഇപ്പോൾ പറയും വേസ്റ്റുകളൊന്നുമില്ല, വേസ്റ്റുകളൊക്കെ ഇടുന്നില്ല, ക്ലീൻ പഞ്ചായത്തൊക്കെ എന്നാണ് പറയുന്നത്. എന്നിട്ടും നായ്ക്കൾ വളരുന്നുണ്ട്. ഈ നായ്ക്കളുടെ സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളുകൾ അതുപോലെ മനുഷ്യരെ കടിക്കുന്ന നായ്ക്കളെ എന്ത് ചെയ്യണം എന്നുള്ളത് അവർക്ക് ബാധകമല്ല അവരുടെ കാര്യം. അപ്പോൾ അത് ശരിയല്ല. അപ്പോൾ നായ്ക്കളുടെ ഒരു ഷെൽട്ടർ സ്ഥാപിക്കുകയാണെങ്കിൽ ഇതിന് ഏറ്റവും പ്രധാന വാർത്തകൾ വീണ്ടും. നടൻ പ്രേംകുമാറിന്റെ പരാതി വിശദീകരണവുമായി മന്ത്രി സജി ചെറിയാൻ. പുതിയ ചലച്ചിത്ര അക്കാദമി ഭാരവാഹികളെ തീരുമാനിച്ചത് മുൻ ഭാരവാഹികളുടെ കാലാവധി തീർന്നപ്പോൾ. സർക്കാരിന്റെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചിട്ടില്ല. ആശാസമരത്തെ അനുകൂലിച്ചതുകൊണ്ടാണ് പ്രേംകുമാറിനോട് അനിഷ്ടമെന്ന ആക്ഷേപം ശരിയല്ലെന്നും മന്ത്രി. മുട്ടിൽ മരമുറി കേസ് അന്വേഷണത്തിൽ താൻ ഇതുവരെ ഇടപെട്ടിട്ടില്ലെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ. കുതിരാനിൽ ഭീതി പരത്തുന്ന കാട്ടുകൊമ്പനെ പൂട്ടാൻ വനം വകുപ്പ്. വയനാട്ടിൽ നിന്ന് കുങ്കിയാനകളെ എത്തിച്ച് ആനയെ കാട് കയറ്റിയ ശേഷം സോളാർ വേലി സ്ഥാപിക്കും. ആനയെ നിരീക്ഷിക്കാൻ AI ക്യാമറകൾ സ്ഥാപിച്ചു. നാട്ടുകാരുടെ പ്രതിഷേധത്തിനിടെ വനം മന്ത്രി സ്ഥലം സന്ദർശിച്ചു. ബാങ്ക് നിക്ഷേപകരുടെ നോമിനികളിൽ വ്യക്തത വരുത്തുന്ന റിസർവ് ബാങ്ക് നയം ആശ്വാസകരമെന്ന് VK ശ്രീകണ്ഠൻ MP. അവകാശികളില്ലാത്ത നിക്ഷേപങ്ങൾ അവകാശികളെ കണ്ടെത്തി നൽകാൻ പാലക്കാട്ട് പ്രത്യേക ബാങ്ക് അദാലത്ത്. കേരളത്തിലെ കായിക വിദ്യാഭ്യാസം കാലോചിതമായി പരിഷ്കരിക്കണമെന്ന് വടവന്നൂർ സ്കൂളിലെ കായിക താരങ്ങളെ അനുമോദിച്ച ചടങ്ങിൽ VK ശ്രീകണ്ഠൻ. പാലക്കാട്ട് സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ പ്രധാന വേദിയുടെ പന്തലിന് MP കാൽ നാട്ടി. ശാസ്ത്രോത്സവം 7-ന് തുടങ്ങി. നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്ന നിർദ്ദിഷ്ട ദേശീയപാത 66 മരണപാതയാകുന്നു. വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ ഏതാനും ദിവസങ്ങൾക്കിടെ പൊലിഞ്ഞത് 5 മനുഷ്യജീവനുകൾ. ചാവക്കാട്ട് നിയന്ത്രണം വിട്ട ബൈക്ക് പാതയോരത്തെ താഴ്ചയിലേക്ക് മറിഞ്ഞ് യുവാവിന് ദാരുണാന്ത്യം. വർക്കലയിൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് യുവതിയെ ചവിട്ടി പുറത്തേക്കിട്ട സംഭവം ഞെട്ടിക്കുന്നതെന്ന് സൗമ്യയുടെ അമ്മ സുമതി. നടന്നത് ഗോവിന്ദച്ചാമി സൗമ്യയെ ആക്രമിച്ചതിന് സമാനമായ സംഭവം. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇപ്പോഴും ട്രെയിനിൽ വേണ്ട സുരക്ഷയില്ലെന്നും സുമതി. ഓങ്ങല്ലൂർ കാരക്കാട്ട് വാഹന സ്ക്രാപ്പ് ഗോഡൌണിൽ വൻ തീപിടുത്തം. സമീപത്തെ വീടുകളിലേക്ക് തീ പടർന്നതോടെ കുടുംബങ്ങളെ ഒഴിപ്പിച്ചു. തീ നിയന്ത്രണ വിധേയമായത് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിൽ. വടക്കാഞ്ചേരി നഗരസഭയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത വാഹനം നേരെ പതിച്ചത് പുഴയിലേക്ക്. വാഹനത്തിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ദേശമംഗലത്തെ പേപ്പട്ടി ആക്രമണം. കടിയേറ്റവരുടെ ചികിത്സാ ചെലവ് ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുക്കണമെന്ന് കോൺഗ്രസ്. പഞ്ചായത്തിലെ വറവട്ടൂരിൽ പേപ്പട്ടിയുടെ കടിയേറ്റത് 7ഓളം പേർക്ക്. പഞ്ചായത്തിന്റെ നിസ്സംഗതയ്ക്കെതിരെ നാട്ടുകാരും രംഗത്ത്. തീരുന്നില്ല യാത്രാ ദുരിതം. കുളപ്പുള്ളി ഷൊർണൂർ പാത വീണ്ടും തകർന്നു. അറ്റകുറ്റപ്പണികൾക്കായി പാഴാക്കിയത് ലക്ഷങ്ങൾ. പാതയിൽ വൻ ഗർത്തങ്ങളും രൂക്ഷമായ പൊടിശല്യവും. കുളപ്പുള്ളി ഷൊർണൂർ പാത അഴിമതിക്കാർക്ക് പൊന്മുട്ടയിടുന്ന താറാവെന്ന ആക്ഷേപം ശക്തം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.